Hello everyone. Today we are going to discuss BEGC 111 Women's Writing. Then the last blog, the novel Sunlight on a Broken Column by Atia Hussain എന്ന് പറയുന്ന ഈ ഒരു നോവലാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഇത് 4 യൂണിറ്റാണ് ഈ ഒരു ബ്ലോക്കിൽ വരുന്നത്. സോ ഇത് ഒരുമിച്ച് ഒരു ഒറ്റ വീഡിയോയിൽ തീർക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഞാൻ 2 ഭാഗമായിട്ട് 1ഉം 2ഉം യൂണിറ്റുകൾ ഒരു പ്രാവശ്യം, അതുപോലെ തന്നെ 3ഉം 4ഉം ഒരുമിച്ചും അങ്ങനെ ഇടാം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും ആണ് കേട്ടോ. സോ സൺലൈറ്റ് ഓൺ എ ബ്രോക്കൺ കോളം എന്ന് പറയുന്ന ആറ്റിയ ഹുസൈൻ എഴുതിയിട്ടുള്ള ഈ ഒരു നോവൽ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു ഇൻട്രോ, അഥവാ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സമ്മറി മാത്രം ഞാൻ പറയാം. കാരണം അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ഒരു യൂണിറ്റിൽ പറയുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള സമ്മറി ഞാനൊന്ന് പറയാം. അപ്പം ഈ ഒരു നോവൽ എഴുതിയിട്ടുള്ളത് ആറ്റിയ ഹുസൈൻ എന്ന് പറയുന്ന 1913 ലക്നൌവിൽ ജനിച്ചിട്ടുള്ള റൈറ്ററാണ് കേട്ടോ. ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഒരു മദർ ടങ് എന്ന് പറയുന്നത് ഉറുദു ആയിരുന്നു. പക്ഷെ അവരുടെ സാഹിത്യങ്ങളൊക്കെ കൂടുതലായിട്ടും ഇംഗ്ലീഷിലാണ് അവർ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പം അതാണ് ഒരു ആറ്റിയ ഹുസൈനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ, സോ ഈ ഒരു സൺലൈറ്റ് ഓൺ എ ബ്രോക്കൺ കോളം എന്ന് പറയുന്ന ആ ഒരു നോവലിൻ്റെ ചെറിയൊരു സമ്മറി ഞാൻ പറയാം. ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു കഥാപാത്രം ലൈല എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് കേട്ടോ. അഥവാ 1930 മുതൽ 1950 ആ ഒരു കാലഘട്ടത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങളിലെ സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു സമയമാണ്. അഥവാ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യം നേടുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ഇന്ത്യയുടെ പാർട്ടീഷൻ, ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ശരിക്കും ഈ ഒരു നോവൽ ഉള്ളത്. അപ്പം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ ഒരു നോവലിൻ്റെ കാര്യങ്ങൾ മുഴുവനും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ഈ ഒരു നോവൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ഫാമിലിയിൽ നടന്നിട്ടുള്ള ഒരു അനുഭവമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ലൈല എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആ ഒരു ഫാമിലിയിൽ നിൽക്കുമ്പം ഉണ്ടായിട്ടുള്ള അവരുടെ പല എക്സ്പീരിയൻസ്, ഇതിൽ ഒരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടൊരു നോവലാണെന്നുള്ളതാണ് പറയുന്നത്. അഥവാ നമ്മുടെ ആറ്റിയ ഹുസൈൻ്റെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവപ്പെട്ട പല കാര്യങ്ങളും സ്വയം അവരെന്താണ് അവരുടെ നോവലിൽ ഉൾപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നുള്ളത് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈല എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്താണ്, അവർ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മാതാപിതാക്കളൊക്കെ നഷ്ടപ്പെടുകയാണ്. ഒരു മുസ്ലിം ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ജമീന്ദാരി സിസ്റ്റം, അതുപോലെ തന്നെ താലൂക്ക്ദാർ സിസ്റ്റം ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ജമീന്ദാരി സിസ്റ്റം എന്താ, ആളുകൾക്ക് എന്താണ് ഭൂമി പാട്ടത്തിന് കൊടുക്കുന്ന ഒരു എന്നിട്ട് ഇവരെന്താണ് ആ ഒരു ഭൂമിയുടെ ഉടമകൾ ഇവരായിട്ട് അവരുടെ എന്താണ് പിരിവ് പാവപ്പെട്ട കർഷകരുടെ അടുത്ത് നിന്ന് എന്താണ് പിരിവുകളൊക്കെ വാങ്ങിയിട്ട് അതിൽ കഴിച്ചു കൂടുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത് ഈ ജമീന്ദാരികൾ. അപ്പം അവരെന്താണ് ഭൂമിയുടെ ശരിക്കുള്ള ഒരു ഓണർമാരായിട്ട് എന്താ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ആ ഒരു കർഷകരെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാരമ്പര്യമാണ് ആർക്കുണ്ടായിരുന്നത്, ഈ ജമീന്ദാരി സിസ്റ്റം, അതായത് ജമീന്ദാർ കുടുംബത്തിനുണ്ടായിരുന്നു. അപ്പം ആ ഒരു കുടുംബത്തിലാണ് നമ്മുടെ ലൈല എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ ജനിച്ചിട്ടുള്ളത് കേട്ടോ. ആ ഒരു ഫാമിലിയിലാണ് അവർ ജനിച്ചിട്ടുള്ളത്. അപ്പം പാരൻസ് ഒക്കെ നഷ്ടപ്പെട്ടെന്നാണ് അവരുടെ ഗ്രാൻഡ് പാരൻ്റ് ആയിട്ടുള്ള ബാബാജാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അടുത്താണ് നമ്മുടെ ലൈല വളരുന്നത് എന്നുള്ളതാണ്. അപ്പം ആ ഒരു കുടുംബത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, ഭയങ്കര ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലി. ആ ഒരു പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു ഫാമിലിയിൽ തന്നെ പെണ്ണുങ്ങൾക്ക് നിൽക്കാൻ വേറൊരു സ്ഥലം, ആണുങ്ങൾക്ക് നിൽക്കാൻ വേറൊരു സ്ഥലമായിട്ടാണ് ആ ഒരു വീട്ടിൽ തന്നെ പറയുന്നത് കേട്ടോ. ആ ഒരു വീട് എന്ന് പറയുന്നത് ആഷിയാന എന്ന് പറയുന്ന ഒരു പ്രത്യേകം ഒരു പേര് അവരുടെ വീടിനുണ്ട് എന്നുള്ളതാണ്. അപ്പം ഒരു ആഷിയാന എന്ന് പറയുന്നത് ആ ഒരു സൊസൈറ്റിയെ മുഴുവൻ ആണ് ശരിക്കും ആ ഒരു വീട് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ എന്താണ് അവർ ആ ഒരു വീട്ടിൽ മാത്രം ഒരു പർദ്ദ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ മാത്രം സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ല. ആണുങ്ങൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്ന പെണ്ണുങ്ങൾ, ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം ആയിരുന്നു ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ. അതൊക്കെയാണ് അതിൽ കൂടുതൽ പറയുന്നത്. അതുപോലെ തന്നെ ബാബാജാൻ പിന്നീട് മരണപ്പെടുകയാണ്. അങ്ങനെ ബാബാജാന്റെ മകനായിട്ടുള്ള ഹമീദ് എന്ന് പറയുന്ന ആളാണ് പിന്നീട് ആ ഒരു കുടുംബം കൈകാര്യം. ഹമീദ് തന്നെയാണ് നമ്മുടെ ലൈലയും അതുപോലെ തന്നെ ആ ഒരു ഫാമിലിയിലെ പിന്നെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്. അപ്പം നമ്മുടെ ലൈലയുടെ പിതാവിൻ്റെ എന്താണ് സഹോദരനാണ് ഈ ഒരു ഹമീദ് എന്ന് പറയുന്ന ആൾ കേട്ടോ. അങ്ങനെ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ഹമീദ് പറയുന്ന ഒരു ക്യാരക്ടർ കുറച്ചും കൂടെ ഒരു മോഡേൺ വാദിയായിട്ടുള്ള ഒരാളാണെന്ന് പറയപ്പെടുന്നു. സോ അതുകൊണ്ട് തന്നെ ലൈലയുടെ വിദ്യാഭ്യാസത്തിന് അങ്ങനത്തെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അവളെന്താണ് കൂടുതലായിട്ട് വിദ്യാഭ്യാസം നേടുന്നുണ്ട് ആ ഒരു കുടുംബത്തിൽ നിന്ന്. കാരണം അവളെന്ന് പറയുമ്പോൾ ഈ ഒരു പാരമ്പര്യ ചിന്തകളിൽ നിന്നൊക്കെ മാറി ഒന്നുകൂടെ എന്താണ് ഒരു മോഡലായിട്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഒന്നുകൂടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വ്യക്തിയാണ് നമ്മുടെ ഈ ഒരു ലൈല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്നത്. അപ്പം അവർ കോളേജ് വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അങ്ങനെ എന്താണ് അവരുടെ ആ ഒരു സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ചിട്ട് അവരുടെ രാഷ്ട്രീയങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലൂടെ ഒരുപാട് പറയുന്നുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളെ പല മതത്തിൽപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളെ പരിചയപ്പെടുന്നുണ്ട്. അവരുടെയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ അവർ ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനത്തെ സ്ത്രീകളെ നിയന്ത്രിക്കുന്നതിൽ നിന്നാണ് അവരെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എന്തിന് ഇത്ര സ്ത്രീകൾക്ക് ഇത്ര നിയന്ത്രണം എന്നുള്ള രീതിയിൽ അവരെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ലൈല എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആ ഒരു കുടുംബത്തിൻ്റെ അതിൽ നിന്നൊരു വ്യത്യസ്തമാണ്. കാരണം കുടുംബപരമായിട്ട് എന്താണ് ആളുകൾ ഒരു അടക്കം ഒതുക്കം ഉള്ള ഒരു പെൺകുട്ടികളെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നെങ്കിൽ പോലും നമ്മുടെ ലൈല എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പിന്നീട് മാറുകയാണെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ആ ഒരു കുടുംബത്തിനെ എതിർത്ത് മറികടന്നിട്ട് നമ്മുടെ ലൈല എന്ന് പറയുന്ന ക്യാരക്ടർ എന്താണ് ആമീർ എന്ന് പറയുന്നൊരു
ഒരാളെ വിവാഹം കഴിച്ച് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു കുടുംബത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ആ കുടുംബത്തിലുള്ള ആളുകളെ തന്നെ കല്യാണം കഴിച്ച് അഥവാ അവരുടെ പാരമ്പര്യ സ്വത്തുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഫാമിലിയിലുള്ള ആളുകൾ തന്നെ ഇപ്പോൾ കസിൻസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കും. അങ്ങനത്തെ ഒരു സിസ്റ്റം ആ ഫാമിലി ഉണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് തന്നെ അതിലുള്ള ഒരു കസിൻസിനോട് എന്താണ് വൺ ഓഫ് ദ കസിനായിട്ട് കല്യാണം കഴിക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ എന്താണ് ലൈലയും അതിന് സമ്മതിച്ചിട്ടില്ല. പിന്നീട് എന്താണ് അവൾ വേറൊരാളായിട്ട് പ്രണയത്തിലായി. അവരങ്ങനെ പിന്നീട് മാരേജ് കഴിഞ്ഞ് അവരങ്ങനെ പോവുകയാണ്. പിന്നീട് 14 വർഷത്തിന് ശേഷം ആണ് പിന്നീട് അവർ ഈ ഒരു ആഷിയാന എന്ന് പറയുന്ന ഒരു കുടുംബത്തിലേക്ക് വരുന്നത്. അപ്പം ബാബാജാൻ അതുപോലെ തന്നെ ഹമീദ് ഇങ്ങനത്തെ ആളുകളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതാണ് മെയിനായിട്ടുള്ള ഇതിൽ പറയുന്ന കാര്യം. അപ്പം ആ ഒരു ഓരോ ഇപ്പം ഇതിൽ നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ യൂണിറ്റിൽ മുഴുവനായിട്ടും ഈ ഒരു നോവൽ എന്താ എന്നുള്ളത് എ മുതൽ സെഡ് വരെ മുഴുവനായിട്ടും ഇതിൻ്റെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പം അതിൽ ഇനി കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ഉൾക്കൊള്ളിച്ച് പറയും. ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പിന്നീട് എന്താണ് ആ സ്വാതന്ത്ര്യം അഥവാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി വിഭജനം നടന്നു. പിന്നീട് എന്താണ് അവൾ 14 വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ആഷിയാന എന്ന് പറയുന്ന ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ എന്താണ് അവിടെയുള്ള ആളുകളൊക്കെ എന്താണ് ഒരുപാട് ആൾക്കാർ അവിടെ ഇല്ല. ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പാകിസ്ഥാനിലേക്ക് കുടിയേറിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു അങ്ങനത്തെ കുറച്ച് സംഭവം. അപ്പം ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടീഷൻ എന്ന് പറയുന്ന സംഭവം അവരുടെ ലൈഫിനെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും അവരുടെ ഈ നോവലിലൂടെ പറയുന്നത് എന്നുള്ളതാണ്. സോ നമ്മൾ ഇതിൻ്റെ ഒന്നാമത്തെ യൂണിറ്റാണ് നമ്മളിപ്പം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു നോവൽ പഠിക്കുന്നതിന് മുമ്പ് വി ഹാവ് ടു നോ ദ സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദ നോവൽ. സോ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് എന്താണ് സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു നോവലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് കേട്ടോ. അപ്പം ഇതിന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് 1930 മുതൽ 1950 വരെയുള്ള ഒരു ലക്നൗ നടന്നിട്ടുള്ള ഒരു മുസ്ലിം സെമീദാരി ഒരു ഫാമിലിയിൽ ആ ഒരു സൊസൈറ്റി ലൈഫിനെ കുറിച്ചിട്ടാണ് ഈ ഒരു നോവൽ പറയുന്നത്. ഇതിനെക്കുറിച്ചിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഇന്ത്യ പാർട്ടീഷൻ നടന്നല്ലോ. ആ ഒരു അതിൽ എത്രത്തോളം ഒരു ഫാമിലി എക്കണോമിക്കലായിട്ട് അല്ലെങ്കിൽ കുടുംബപരമായിട്ട് അത് എത്രത്തോളം നഷ്ടപ്പെടാൻ അത് കാരണമായി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ലൈലക്ക് പോലും അവരുടെ ഫാമിലീസിനെ നഷ്ടപ്പെടാൻ ഈ ഒരു പാർട്ടീഷനും കാര്യങ്ങളൊക്കെ കാരണമാവുന്നെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഫാമിലി ഹൗസിൻ്റെ പേരാണ് ആഷിയാന എന്ന് പറയുന്നത്. ഇത് സിംബലൈസ് ചെയ്യുന്ന എന്താണ് ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരു അരിസ്റ്റോക്രാറ്റിക് ലൈഫ് സ്റ്റൈലിനെയാണ് ഈ ഒരു ആഷിയാന എന്ന് പറയുന്ന ഇത് സിംബലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ നവാബി ലക്നൗ ആ ഒരു നവാബി ലക്നൗ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം കൾച്ചർ, ഒരു നവാബി കൾച്ചറാണ്. ഒരു പ്രത്യേകതയായിട്ടുള്ളൊരു കലകളും അതുപോലെ തന്നെ ആർക്കിടെക്ചർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്ന ഒരു ലക്നൗ എന്ന് പറയുന്ന ഒരു നഗരത്തിന് ഒരുപാട് ആതിഥ്യ മര്യാദകളോട് കൂടിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കൾച്ചർ തന്നെ ഒരു പ്രത്യേക സംസ്കാരം തന്നെ ആ ഒരു സ്ഥലത്തിനുണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. പിന്നീട് പാർട്ടീഷനൊക്കെ വന്നതോടെ എന്താണ് ഈ ഒരു കൾച്ചർ ഇല്ലാതായി എന്നുള്ളതാണ്. അതിനു മുമ്പ് എന്താണ് ഫേമസ് ആയിട്ടുള്ള ഒരു ലക്നൗ കൾച്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കൾച്ചർ ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻ ദ നോവൽ ഇതിൽ പറയുന്നത് ആ ഒരു ഫ്രീഡം സ്ട്രഗിൾസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജമീന്ദാരി സിസ്റ്റം അതിനെ അബോളിഷ് ചെയ്തല്ലോ. ഒരു ജമീന്ദാരി സിസ്റ്റം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടെ ഈ ഒരു ജമീന്ദാരി സിസ്റ്റം എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ എന്തായി നിർത്തലാക്കപ്പെട്ടു. അതുപോലെ തന്നെ പാർട്ടീഷനിലൂടെ ഒരുപാട് ചേഞ്ചുകൾ ഉണ്ടായി. ഓരോ ഫാമിലീസിൻ്റെ ഫോർച്യൂൺ നഷ്ടപ്പെടാൻ കാരണമായി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു ജമീന്ദാരി സമ്പ്രദായങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് ഒരു തരത്തിൽ ഒരു മെറിറ്റ് ആണെങ്കിലും മറ്റൊരു വശത്ത് നോക്കുമ്പോൾ അതൊരു ഡിമെറിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ലൈല എന്ന് പറയുന്ന ക്യാരക്ടർ എന്നാണ് മെയിൻ ഒരു പ്രൊട്ടഗോണിസ്റ്റ് അല്ലെങ്കിൽ ഹീറോയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അവരുടെ സ്ട്രഗിൾസ് ആണ് ശരിക്കും ഈ ഒരു യൂണിറ്റിൽ ഒരു നോവലിൽ പറയുന്നത്. അവരുടെ ട്രഡീഷണൽ ആയിട്ട് ജനിച്ച് പക്ഷേ മോഡേണിറ്റിയിലേക്കുള്ള അവരുടെ യാത്രയാണ് ശരിക്കും ഈ ഒരു നോവലിൽ പറയുന്നത്. ലക്നൗ സൊസൈറ്റിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് ഫാമിലീസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരു പർദാ സമുദായത്തിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടി ജീവിച്ചിരുന്ന ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ കസ്റ്റംസ് ഉണ്ടായിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു ഒരു ലക്നൗവിൽ ഉണ്ടായിട്ടുള്ള സൊസൈറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ജമീന്ദാരികളൊക്കെ എന്താണ് അവർ ഭയങ്കര വെൽത്തി ആയിട്ടുള്ള ആൾ. കാരണം ആ ഒരു ലാൻഡിൻ്റെ റവന്യൂ മുഴുവൻ അവരാണ് കൈക്കലാക്കുന്നത്. സോ അവരുടെ ലൈഫ് എന്ന് പറയുമ്പോൾ ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫായിരിക്കും. അതായിരിക്കും അവരുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പം അത്രയും എൻജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും അവർക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നില്ല, കാരണം അറിഞ്ഞിരിക്കുക അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത്. അത് മാത്രമാണ് ഉദ്ദേശമുള്ളത്. ദെൻ ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഹയറാർക്കി, ദെൻ പർദ ആൻഡ് ഇൻ്റർ മാരേജ് എന്ന് പറയുന്നുണ്ട്. അതിൽ ഹയറാർക്കി ആൻഡ് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ഞാൻ പറഞ്ഞല്ലോ, ഒരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് ഫാമിലീസ് ഒരുമിച്ച് കൂടി നിൽക്കുന്നതിനാണ് എന്ന് പറയുന്നത് ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പം ഒരു ഹയറാർക്കി ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നത്. കാരണം ആണുങ്ങൾക്കാണ് ഏതൊരു കാര്യത്തിനെ കുറിച്ചിട്ടും തീരുമാനം എടുക്കാനുള്ള ഒരു പവർ ഉണ്ടായിരുന്നത്. അവരാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് പ്രായമായിട്ടുള്ള സ്ത്രീകൾക്കും കുറഞ്ഞൊരു ഇൻഫ്ലുവൻസ് അവരുടെ കുടുംബകാര്യത്തിൽ ഉണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചിൽഡ്രൻസിനാണെങ്കിലും അൺമാരീഡ് ആയിട്ടുള്ള ഗേൾസിനാണെങ്കിലും ഒരു അഭിപ്രായവും അല്ലെങ്കിൽ ഒരു വോയിസും ആ ഒരു ഫാമിലിയിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ ഒരു പർദ പറയുന്നുണ്ട്. പർദ എന്ന് പറയുന്നത് വുമനെ പ്രൈവറ്റായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന സംഭവമാണ് ഈ ഒരു പർദ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. അന്യ ആളുകളുമായിട്ട് എന്താണ് ഇടപഴകാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ വുമൻ്റെ എഡ്യൂക്കേഷൻ, ഫ്രീഡം, അതുപോലെ തന്നെ അവരുടെ റൈറ്റ്, ഇതിനൊക്കെ എല്ലാം എന്താണ് ഈ ഒരു പർദ എന്ന് പറയുന്ന സമ്പ്രദായം വളരെ പരിമിതപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ മാരേജ് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു മാരേജ് ചെയ്യുന്നത് പലപ്പോഴും അവരുടെ കസിൻസിനെ തന്നെയായിരിക്കും. കാരണം എന്താണ് അവരുടെ ഫാമിലി സ്വത്തുകൾ മറ്റുള്ള കുടുംബങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്വന്തം ഫാമിലീസിൽ തന്നെ ഉള്ള ആളുകളെ മാത്രം കല്യാണം കഴിക്കുന്നത് എന്നുള്ളതാണ്. ദെൻ അതൊക്കെയാണ് അതിൽ പറയുന്നത്. ദെൻ എറ്റിക്വിറ്റി എന്ന് പറയുന്നത് ഒരു
ആതിഥ്യ മര്യാദകളും അതിൻ്റെ ഒരു രീതികളും ആ ഒരു ലക്നൗ ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന രീതികളും അതുപോലെ തന്നെ അവരുടെ ഒരു മര്യാദകൾ എന്ന് പറയുമ്പം അവർക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. ആ ഒരു സൊസൈറ്റിയിൽ എന്താണ് ഗസ്റ്റിനെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാനൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഒരു ശൈലി ഉണ്ടായിരുന്നു. ഭയങ്കര റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു അതുപോലെ സ്വീകരിക്കാനും അതുപോലെ തന്നെ അവരെ പറഞ്ഞു വിടാനും ഒക്കെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു രീതി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തെഹസീബ് എന്ന് പറയുന്ന ഒരു വാക്ക് പറയുന്നുണ്ട് അവിടെ, അഥവാ ഒരു നല്ല കൾച്ചർ അല്ലെങ്കിൽ നല്ല ബിഹേവിയറിനൊക്കെയാണ് ഈ തെഹസീബ് എന്ന് പറയുന്ന സംഭവം സൂചിപ്പിക്കുന്നതെങ്കിൽ തക്കലീഫ് എന്ന് പറയുന്നത് ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഹോണറബിൾ ആയിട്ടുള്ള ഒരു പെരുമാറ്റത്തെയൊക്കെയാണ് ഈ ഒരു തക്കലീഫ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു ഈ ഒരു സമ്പ്രദായം ഒരു മുസ്ലിം കുടുംബത്തിൽ മാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, പക്ഷേ ഹിന്ദു കുടുംബത്തിലും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അഥവാ ഒരു ആതിഥ്യ മര്യാദകൾ എന്ന് പറയുമ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു ആ ഒരു ലക്നൗ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ദെൻ ലക്നൗ ഇൻ ദ നോവൽ, ഈ നോവലിൽ പറയുന്ന ലക്നൗ എന്ന് പറയുന്നത് എന്താണ്, ജമീന്ദാരി സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പം ഈ ഒരു ജമീന്ദാരി സിസ്റ്റത്തിനെ കുറിച്ചിട്ടും അതിൻ്റെ ഒരു തകർച്ചയാണ് ഈ ഒരു നോവലിൽ പറയുന്നത്. അവസാനം എന്താണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതോടെ എന്താണ് ഈ ഒരു ജമീന്ദാരി സമ്പ്രദായം ഇല്ലാതായില്ലേ. അപ്പം അതൊക്കെയാണ് അത് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ട്രഡീഷണൽ ആയിട്ട് ലൈഫിൽ നിന്ന് ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ ഒരു ലൈല എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അപ്പം അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഫ്രീഡം ഫൈറ്റിങ്ങിനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ ഇന്ത്യൻ്റെ ആ ഒരു പാർട്ടീഷൻ അതുപോലെ തന്നെ ആ ഒരു സോഷ്യൽ റിഫോംസ് ഇതിനൊക്കെ എല്ലാം ഒരു റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കുന്ന രീതിയാണ് നമ്മുടെ ഈ ഒരു നോവലിനുള്ളത് എന്നുള്ളതാണ്. ദെൻ ദ ഹെഡ് ഓഫ് ദ ഹൗസ് എന്ന് പറയുന്നത് ഈ ഒരു ബാബാജാൻ എന്ന് പറയുന്ന ആളാണ്, അഥവാ അവളുടെ ഒരു ഗ്രാൻഡ് ഫാദറാണ്. അപ്പം അവരാണ് ഈ ഒരു വീടിൻ്റെ ഒരു പരമാധികാരി എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ആളെ ഭയങ്കര പേടിയാണ്, പക്ഷേ ഭയങ്കര റെസ്പെക്റ്റ് ആണ് അദ്ദേഹത്തോട് എന്നുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളാണ് എല്ലാവരും അംഗീകരിക്കുന്നത്. ആർക്കും അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അവകാശം കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെല്ലാം റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് അത് അനുസരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ഉള്ള ആളൊന്നല്ല, പക്ഷേ എല്ലാവരോടും കുറച്ച് സിമ്പതിയൊക്കെ തോന്നുന്ന ഒരു തരത്തിലുള്ള ഒരാളാണ് ഈ ഒരു ബാബാജാൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത്. ദെൻ പിന്നീട് പറയുന്നത് ദ ബിഗിനിങ് ഓഫ് ദ റിബലിയൻ പറയുന്നുണ്ട്. ഇതിലൊരുപാട് ഫ്രീഡം ഫൈറ്റിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇതിലെന്താണ് യൂത്ത് ഭയങ്കര സജീവമായിട്ട് പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മളെ ലൈല, അസദ്, സീത ഇതിലെ ക്യാരക്ടേഴ്സാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോറി പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. സീത ഇങ്ങനത്തെ പല ക്യാരക്ടേഴ്സും എന്താണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഭയങ്കരമായിട്ട് പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗാന്ധിജിയുടെ പല സത്യാഗ്രഹങ്ങളും അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയൊക്കെയാണെങ്കിലും സീനിയർ ആയിട്ടുള്ള ഈ ജമീന്ദാരികൾ എന്താണ് ഇപ്പോഴും ബ്രിട്ടീഷുകാരോട് കുറച്ച് കൂറ് പുലർത്തിയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം എന്താണ് അവരായിട്ട് ഭയങ്കര ലോയലായിട്ടാണ് അവർ നിൽക്കുന്നത്. കാരണം എന്താണ് അവരുടെ സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് ചെയ്യുന്ന അതേ സിസ്റ്റം തന്നെയായിരുന്നു ജമീന്ദാർമാർക്ക് തൻ്റെ കർഷകരോടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അതാണ് അവിടെ പറയുന്നത്. ദ ട്രാൻസിഷൻ പറയുന്നുണ്ട്. അങ്ങനെ 19ാമത്തെ വയസ്സ് തുടങ്ങിയ ഒരു ഫാമിലിയിൽ എന്താണ് ലൈലയുടെ ഒരു മാരേജ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയെന്നുള്ളത്. പക്ഷേ ആ ഒരു സമയത്ത് തന്നെ മുസ്ലിം ലീഗിൻ്റെ കൂടുതലായിട്ട് ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും കൂടാൻ തുടങ്ങിയെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഈ ജമീന്ദാരി സമ്പ്രദായം വളരെ വൈകാതെ തന്നെ നിർത്തലാവും എന്നുള്ളത് പല ആളുകളും പ്രവചിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സൊസൈറ്റി എന്താണ് പഴയ ഐഡിയാസിൽ നിന്നാണ് പുതിയ ഐഡിയയിലേക്ക് മാറാൻ തുടങ്ങി എന്ന് പറയുന്നത്. അതാണ് ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ദെൻ ദ പാർട്ടീഷൻ പറയുന്നുണ്ട്. 1952 ലൈല തിരിച്ച് ആ ഒരു ആശിയാനയിലേക്ക് വരുന്നുണ്ട്. അപ്പം അവിടെ മടങ്ങി വരുമ്പം അവർക്ക് എന്താണ് അതുവരെ പരിചയമില്ലാത്ത പല ആളുകളെയും അവിടെ കാണാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പം പല ആളുകളും അവരുടെ ഫാമിലിയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതെന്താണ് അവരുടെ ഫാമിലിയിലുള്ള ഒരു പ്രോപ്പർട്ടി പോലും നഷ്ടമാവും. അത് അവരുടെ ഫാമിലി ഹോണറായിട്ടുണ്ടായിരുന്ന ആ ഒരു ആശിയാന എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെ ഇല്ലാതായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മഹത്വം പോലും നഷ്ടപ്പെട്ട ഒരു കൾച്ചറാണ് അവിടെ ഇല്ലാതാകുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ദെൻ ഫൈനൽ റിയാലിറ്റി എന്ന് പറയുന്നതാണ് ഈ ഒരു ജമീന്ദാരി സിസ്റ്റം ഇല്ലാതായി. അതുപോലെ തന്നെ ഈ ലക്നൗവിൽ എന്താണ് കൊട്ടാരങ്ങൾ, വലിയ വലിയ വീടുകളൊക്കെ എന്താണ് വളരെ അവഗണിക്കപ്പെട്ട നിലയിലായി അതിൻ്റെ ഒരു സ്ഥാനം എന്നുള്ളതാണ്. അപ്പം ഒരു പഴയ സംസ്കാരം ഇല്ലാതാവാൻ എന്താണ് ഇതൊക്കെ കാരണമായെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് ദ സൺലൈറ്റ് ഓൺ എ ബ്രോക്കൺ കോളം. ദ സൺലൈറ്റ് എന്ന് പറയുന്നത് ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു സൂചനയായിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഓൺ എ ബ്രോക്കൺ കോളം എന്ന് പറയുന്നത്, ബ്രോക്കൺ എന്ന് പറയുന്നത് പൊട്ടിപ്പോയ കോളം എന്ന് പറയുന്നത് എന്താണ് തൂണിനെയാണ്, ഒരു പൊട്ടിപ്പോയ തൂണിനെയാണ് ഇവിടെ പരാമർശിക്കുക. ഒരു തകർന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അത് പറയുന്നത്. അപ്പം എന്താണ് ഒരു പഴയ കാലത്തിൽ നിന്ന് പുതിയ കാലത്തിലേക്കുള്ള ഒരു വെളിച്ചം ആയിട്ടാണ് ഈ ഒരു നോവൽ ഉള്ളതെന്ന്. അതാണ് ഈ ഒരു 1ാമത്തെ യൂണിറ്റിൽ പറയുന്നത്. ദെൻ 2ാമത്തെ യൂണിറ്റിൽ റീഡിങ് ദ നോവൽ എന്ന് പറയുന്ന യൂണിറ്റ് ഇത് മുഴുവനായിട്ടും എന്താണ് ഈ ഒരു നോവൽ എന്ന് പറയുന്നത് 4 പാർട്ടുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഈ ഒരു ഓരോ പാർട്ടുകളിലും ഓരോ ചാപ്റ്ററുകൾ. അപ്പം ഫസ്റ്റത്തെ പാർട്ടിൽ തന്നെ 21 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പം ഓരോ കാര്യങ്ങളും അപ്പം ഞാൻ വിചാരിച്ച ഓരോ ചാപ്റ്റേഴ്സിലും എന്ത് പറയുന്നു എന്നതിന് അപ്പുറം അപ്പം ഇതിലിത് പറയുന്നു അതിലിത് പറയുന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുക ഓരോ പാർട്ടിലും എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് അങ്ങനെ പറഞ്ഞു പോകുമായിരിക്കും. ഒന്നുകൂടെ ഒരു ഫ്ലുവൻസിക്ക് ഒന്നുകൂടെ ബെറ്റർ അതായിരിക്കും എന്ന് തോന്നുന്നു. സോ ഓരോ പാർട്ടിലും എന്താണ് പറയുന്നത് അഥവാ ഒരു കാലഘട്ടം ലൈലയുടെ 15 വയസ്സ് മുതലാണ് ഈ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് മുതൽ പിന്നീട് 1952 ആയപ്പോഴേക്കും അവൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളാണ് ത്രൂ ഔട്ട് ഈ ഒരു നോവലിൽ പറയുന്നത്. അപ്പം അത് നമുക്ക് ഓർഡർ ആയിട്ട് തന്നെ 1ാമത്തെ പാർട്ടിൽ നിന്ന് തുടങ്ങി 4ാമത്തെ പാർട്ട് വരെ നമുക്ക് അങ്ങനെ തന്നെ നോക്കാം. അതിൽ ഇന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നില്ല. കാരണം ഓരോ പാർട്ടിലും പറയുന്ന കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഓർഡറിലാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുതരാം. അപ്പം നമുക്കൊരു കഥ കേൾക്കുന്ന ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ ഒന്നുകൂടെ എളുപ്പമായിരിക്കും.
ഈ ഒരു യൂണിറ്റിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്തതാണ്. കാരണം നമ്മൾ ഒരു പർദ്ദ സമ്പ്രദായം അതുപോലെ തന്നെ ലക്നവി കൾച്ചറിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. സോ നമ്മൾ ഡയറക്റ്റായിട്ട് നേരിട്ട് തന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു സമ്മറിയിലോട്ട് പോവുകയാണ്. ഇതിൽ ഒന്നാമത്തെ പാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് ഈ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് ബാബാജാൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര സീരിയസ് ആയിട്ട് 3 മാസത്തോളമായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് സുഖമില്ലാതെ കിടക്കുകയാണ്. ബാബാജാൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈലയുടെ ഗ്രാൻഡ് ഫാദർ ആണ് കേട്ടോ. ആ ഒരു വീട് എന്ന് പറയുന്നത് ആഷിയാന. ആ വീട് സങ്കല്പിക്കുക. ഒരു വീട് ആഷിയാന എന്ന് പറയുന്ന ഒരു വീട്. അതിൽ നിന്നാണ് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് വേറെ സ്ഥലം, പുരുഷന്മാർക്ക് പ്രത്യേകമായിട്ട് വേറെ സ്ഥലമാണ്. പക്ഷേ അവരുടെ ബാബാജാനെ സുഖമില്ലാതെ കിടക്കുകയാണല്ലോ. സോ ഈ ബാബാജാനെ നോക്കാൻ വേണ്ടിയിട്ട് ബാബാജാൻ്റെ മകളായിട്ടുള്ള ആബിദ എന്ന് പറയുന്ന നമ്മുടെ ലൈലയുടെ തന്നെ ആൻറ്റി അഥവാ അമ്മായി എന്നൊക്കെ പറയില്ല. ഈ ആൻറ്റി തൻ്റെ പിതാവിനെ നോക്കാൻ വേണ്ടിയിട്ട് പിതാവിനൊപ്പം കഴിയാൻ വേണ്ടിയിട്ട് സ്ത്രീ ഭാഗത്ത് നിന്നാണ് വീടിൻ്റെ മുൻഭാഗത്തേക്ക് മാറുന്നത് പറയുന്നുണ്ട്. പിന്നീട് എന്താണ് ലൈല സഹറ എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ലൈല എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ. ലൈലൻ്റെ പാരൻസ് ഒന്നും ഇല്ല കേട്ടോ. പാരൻസ് ഒക്കെ മരണപ്പെട്ട് പോയിട്ടുണ്ട്. സോ ഈ ഒരു ബാബാജാൻ്റെ തണലിലാണ് ലൈല താമസിക്കുന്നത്. അതുപോലെ തന്നെ സഹറ എന്ന് പറയുന്ന ക്യാരക്ടറും സഹറയുടെ ഉമ്മയാണ് മാജിദ എന്നാണ്. അഥവാ ഈ ഒരു ബാബാജാൻ്റെ തന്നെ മകളുടെ മകളാണ് സഹറ എന്ന് പറയുന്നത്. അപ്പം ഫുൾ കസിൻസ് ആണ് കേട്ടോ. ഒന്നെങ്കിൽ മകൻ്റെ മകളായിരിക്കും, അല്ലെങ്കിൽ മകളുടെ മകനോ മകളോ ഒക്കെ ആയിരിക്കും. ഫുൾ കസിൻസിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇതിൽ പറയുന്നത്. അപ്പം ഉമ്മ ഏതാ വാപ്പ ഏതാ എന്നുള്ളതിന് കൂടുതലും ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ഇതൊക്കെ കസിൻസ് ആണെന്നുള്ളത് മാത്രം മനസ്സിലാക്കിക്കുമ്പോൾ ഈ സഹറ ഈ 2 പേരെയും തമ്മിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ലൈല എന്ന് പറയുന്നത് ഒന്നുകൂടെ ഒരു എഡ്യൂക്കേഷൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ കീഴിലും ജീവിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണ് ലൈല എങ്കിൽ സഹറ എന്ന് പറയുന്നത് ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള ആളാണ് സഹറ എന്ന് പറയുന്നത്. അപ്പം എന്താണ് തനിക്ക് എന്താണ് ഒരു ഭർത്താവിൻ്റെ ഒരു കീഴിൽ നിൽക്കുന്നതാണെന്ന് കൂടെ സെക്യൂർ ആയിട്ടുള്ള ലൈഫ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മുടെ സഹറ എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന ലൈല എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് ഏകദേശം 15 വയസ്സ് തികയാണ്. ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് വുമൻ്റെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട്, മാരേജിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു സോഷ്യലായിട്ടുള്ള കൺട്രോളിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചകളൊക്കെ നടക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വേറൊരു ക്യാരക്ടറാണ് നന്ദി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കേട്ടോ. ഒരു അലക്കുകാരൻ്റെ മകളാണ് ശരിക്കും ഈ ഒരു നന്ദി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഈ ഒരു ഇപ്പം ആ ഒരു കാലഘട്ടത്തിലും ഇപ്പം നമ്മുടെ ലൈല എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഉയർന്ന സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഫാമിലിയിൽ പെട്ട ആളാണ്. സോ അവർക്കൊന്നും അത്രത്തോളം ചൂഷണങ്ങളും കാര്യങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഇതിൽ തന്നെ സ്ത്രീകളായിട്ടുള്ള താഴ്ന്ന വിഭാഗത്തിൽ പെടുന്ന സ്ത്രീകളുണ്ടാവുമല്ലോ, അവരാണ് ഏറ്റവും കൂടുതൽ ചൂഷണങ്ങൾക്ക് വിധേയരായിട്ടുള്ളത്. ഇപ്പം നമ്മുടെ നന്ദി എന്ന് പറയുന്നത് അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. കാരണം അവരെന്താണ് ഒരു അലക്കുകാരൻ്റെ മകളായിട്ടാണ് ഇതിൽ വരുന്നത്. അപ്പം ഒരുപാട് സോഷ്യൽ ആയിട്ടുള്ള ചൂഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ള വ്യക്തിയാണ് ഈ നന്ദി എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്കിയിൽ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഈ ഒരു ബാബാജാൻ്റെ ലൈഫിനെ കുറിച്ചിട്ട്, ബാബാജാൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ട് അവരെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, വിവാഹം, അതുപോലെ തന്നെ ഈ ഒരു ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ചൂഷണം ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ് പല വിഷയങ്ങളായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകൾ കുറച്ച് സാമൂഹിക മര്യാദകളൊക്കെ പാലിക്കണം. ആ ഒരു പർദ്ദ സമ്പ്രദായത്തിനെ കുറിച്ചിട്ട് ആ ഒരു പർദ്ദ സമ്പ്രദായം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ ഉള്ളിലായിരിക്കണം സ്ത്രീകൾ ജീവിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നീട് എന്താണ് ഈ ആബിദ എന്ന് പറയുന്നത്, അപ്പം നേരത്തെ പറഞ്ഞല്ലോ ആബിദ എന്ന് പറയുന്നത് കല്യാണം കഴിക്കാത്ത ഒരു മകളാണ് കേട്ടോ. അഥവാ നമ്മുടെ ലൈലയുടെ അമ്മായി. ആള് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ പിന്നീടാണ് കേട്ടോ കല്യാണം കഴിക്കുന്നത്. അപ്പം ആബിദ ലൈലയോടൊക്കെ പറയുന്നുണ്ട്, ഇനി എന്താണ് ജനിച്ച കുടുംബത്തെ ഒരിക്കലും മറക്കരുത് എന്നുള്ളത്. കാരണം എന്താണ് ആ ഒരു കുടുംബം പറയുന്ന തീരുമാനത്തിനപ്പുറം തൻ്റേതായിട്ടുള്ള ഇഷ്ടത്തിനൊന്നും ചെയ്യരുത് എന്നുള്ളൊരു ആജ്ഞയാണ് ശരിക്കും അവിടെ ആബിദ എന്ന് പറയുന്ന അമ്മായി പറയുന്നത് കേട്ടോ. പിന്നീട് പറയുന്നത് നന്ദിയെക്കുറിച്ച് തന്നെ വീണ്ടും പറയുന്നുണ്ട്. ഈ നന്ദി എന്ന് പറയുന്ന ക്യാരക്ടർ ഗ്രാമത്തിലേക്ക് അയക്കുകയാണ്. അഥവാ ആ ഒരു കുടുംബത്തിന് ഒരു മാനക്കേടുണ്ടായി, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് ആ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നന്ദി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വേറൊരു ഗ്രാമത്തിലേക്ക് അയക്കുക. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുഹസിൻ ഭായ് എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ എന്താണ് ഒരു ക്ലീനർ, ആ ഒരു ക്ലീനറിൽ നിന്ന് എന്താണ് മോശമായിട്ടുള്ള അവസ്ഥയിൽ നന്ദി പറയുന്ന ക്യാരക്ടറെ കണ്ടു എന്നുള്ള പേരിൽ എന്താണ് അവളുടെ കുടുംബങ്ങൾ അവളെ അവിടെ നിന്ന് നാട് കടത്താൻ. ഇതിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഈ ഒരു സെയിം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആണായാലും പെണ്ണായാലും ഒരുപോലെ ശിക്ഷിക്കപ്പെടണം. പക്ഷേ എന്തുകൊണ്ട് പെണ്ണിന് മാത്രം നാട് വിടേണ്ട ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ് നമ്മുടെ റൈറ്റർ ഇവിടെ ചോദ്യം ചെയ്യുന്നത് കേട്ടോ. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. പിന്നീട് എന്താണ് ലൈലയുടെ വീട്ടിലേക്ക് അവരുടെ ടീച്ചറായിട്ടുള്ള മിസ്സസ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അവരുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പം ഇത് സൂചിപ്പിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഉന്നതമായിട്ടുള്ള വലിയ ഫാമിലീസിലൊക്കെ എന്താണ് ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ എന്താണ് ഇന്ത്യയിൽ തന്നെ നല്ല ഇതിൽ പഠിപ്പിക്കുന്ന ആളുകളോ അല്ലെ ആംഗ്ലോ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ സ്ത്രീകളൊക്കെ എന്താണ് അധ്യാപകരമായി ടീച്ചറായിട്ട് നിയമിക്കാറുണ്ട്. അപ്പം അങ്ങനെ അവരുടെ വീട്ടിലേക്ക് വിസിറ്റ് വന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗാന്ധിജിയുടെ ഒരു നിസ്സഹകരണ പ്രസ്ഥാനമൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ടും അവിടെ പരാമർശിക്കുന്നുണ്ട്. പിന്നീട് ഈ സഹറയുടെ വിവാഹാലോചനകൾ എന്താണ് കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത്.
പിന്നീട് 2 ക്യാരക്ടേഴ്സിനെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അസദ് അതുപോലെ തന്നെ സാഹിദ് എന്ന് പറയുന്നത്. ഈ അസദ് എന്ന് പറയുന്ന ആൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ ഈ ഒരു നോവലിൽ. ഈ അസദ് എന്ന് പറയുന്നത് നമ്മുടെ സെഹ്റയെ ശരിക്കും സെഹ്റ അറിയാതെ സെഹ്റയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അസദ് എന്ന് പറയുന്നത്. അതവിടെ പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും മതപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഘടനാപരമായിട്ടോ എന്തെങ്കിലും ഭിന്നിപ്പുകളോ അല്ലെങ്കിൽ കലാപങ്ങളോ ഒക്കെ നടക്കുന്നുണ്ടാകും. ആ കാര്യങ്ങളൊക്കെ ഓരോ ഭാഗങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. അതുപോലെ പിന്നീട് ബാബാജാനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ബാബാജാൻ എന്താണ് ഭയങ്കര സുഖമില്ലാതെ കിടക്കുകയായിരുന്നല്ലോ. പക്ഷേ ഇപ്പം കുറച്ച് അതിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട്. ഒന്നും കൂടെ ഒക്കെ ആരോഗ്യം ഒക്കെ ഒന്നുകൂടെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അതുപോലെ അവരുടെ വീട്ടിലേക്ക് ബാംഗിൾ സെല്ലറായിട്ടുള്ള കരിമാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എത്തുന്നുണ്ട്. അപ്പം ഈ ഒരു സ്ത്രീകളുടെ തൊഴിലും അല്ലെങ്കിൽ അവരുടെ സ്ഥാനങ്ങളും ഒക്കെ ആ ഒരു ഇതിലൂടെ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അവരുടെ ഒരു വരവോട് കൂടെ തന്നെ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. പിന്നീട് സെഹ്റയുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ കാണാൻ പറ്റും. അപ്പം ഈ ഒരു ജമീന്ദാർമാരെന്ന് പറയുന്നത് അവർ വ്യക്തിബന്ധങ്ങളെക്കാളും കൂടുതലായിട്ട് അവർ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് എന്തിനായിരിക്കും? അധികാരങ്ങൾക്ക് അല്ലെങ്കിൽ എന്താണ് അവരുടെ സാമ്പത്തികമായിട്ട് സമ്പത്തിനൊക്കെയാണ് കൂടുതലായിട്ടും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം ഈ ഒരു റെൻറ്റ് കൊടുക്കാൻ കഴിയാത്ത കർഷകരോട് ഭയങ്കര ഒരു കഠിന ഒരു ഹാർഡ് മെൻറ്റാലിറ്റിയാണ് അവർ ജമീന്ദാർമാർ പുലർത്തിയിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ റൈറ്റർ പറയുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശരിക്കും അവരുടെ മനുഷ്യബന്ധത്തിനപ്പുറം അവർക്ക് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ എന്താണ് ആ ഒരു അവരുടെ പവർ ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് മാത്രമാണ് അവരൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഈ ഒരു ബാബാജാൻ എന്ന് പറയുന്ന അവരുടെ വീട്ടിലേക്ക് കുറച്ചധികം സ്ത്രീ ആയിട്ടുള്ള അതിഥികളൊക്കെ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു അതിഥിയായിരുന്നു മുഷ്താരി ബായി എന്ന് പറയുന്നത്. അപ്പം അവർ ഒരു പണ്ടത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഡാൻസർ ആയിരുന്നു, ഒരു സിംഗർ ആയിരുന്നു, അതുപോലെ തന്നെ ഒരു കോർട്ടിസൺ ആയിട്ടുള്ളൊരു ആളായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് ഓൾഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സമ്പത്തുകളൊക്കെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ആർക്കും ഒരു വിലയില്ല എന്നുള്ളത്. അപ്പം സമ്പത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല വാല്യൂ ഉണ്ടാവും. പക്ഷേ അതൊന്നും ഇല്ലാതായി കഴിഞ്ഞാൽ ആർക്കും എന്താണ് ആ ഒരു പഴയ പ്രൗഢിയും പ്രതാപമൊന്നും ആർക്കും അവരുടെ പെരുമാറ്റത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ബാബാജാൻ്റെ ഒരു ഹെൽത്ത് വീണ്ടും മോശമാവുന്നൊരവസ്ഥ നമ്മുടെ അങ്കിൾ ഹമീദ് എന്ന് പറയുന്ന വ്യക്തി അഥവാ നമ്മുടെ ബാബാജാൻ്റെ മകനാണ് അങ്കിൾ ഹമീദ്, നമ്മുടെ ലൈലയുടെ ഉപ്പാൻ്റെ സഹോദരനെ കേട്ടോ. അപ്പം അവർ വീട്ടിലേക്ക് അവർ വിളിക്കുന്നുണ്ട്. അപ്പം അവർ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ്. ആ ഒരു സമയത്ത് തന്നെയാണ് അവരുടെ മുഹറം ആഘോഷം നടക്കുന്നത്. അവരുടെ പ്രത്യേകമായിട്ടുള്ളൊരു ഫെസ്റ്റിവൽ ആയിരിക്കും മുഹറം ആഘോഷം എന്ന് പറയുന്നത്. ആ ഒരു മുഹറം ആഘോഷം നടക്കുന്നതിനിടെ ഒരുപാട് എന്താണ് ഇപ്പോൾ ഹിന്ദു മുസ്ലിംസ് തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകളൊക്കെ നടക്കാനൊരു സാധ്യത അവിടെ ഉണ്ടായി. ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് എത്തുന്ന ഒരു സിസ്റ്റമാണ് ശരിക്കും ആ ഒരു മുഹറം ഘോഷയാത്രയ്ക്കിടെയൊക്കെ അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അങ്കിൾ ഹമീദ് സെഹ്റയോടും ലൈലയോടൊക്കെ എന്താണ് ആ ഒരു മുഹറം ആഘോഷത്തിന് പോകരുത് എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ് ഭയങ്കര അതൊരു കലാപത്തിന് സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കും അവർ വീട്ടിൽ തന്നെ നിൽക്കാനാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവർ വീട്ടിൽ നിൽക്കുമ്പോൾ എന്താണ് വീട്ടിലെ വേലക്കാരികളോടൊപ്പമാണ് ആ ഒരു ദിവസം അവർ ചിലവഴിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പം അത് ആ ഒരു സമയം എന്നൊക്കെ പറയുന്നത് ലൈലയെ സംബന്ധിച്ചെന്നാണ് വീട്ടിലെ വേലക്കാരികളോട് കൂടുതൽ സംസാരിക്കാനും അവരുടെ സിറ്റുവേഷൻസുകൾ മനസ്സിലാക്കാനും ഒരുപാട് ഒരു സാമൂഹികമായിട്ട് ആളുകൾ എങ്ങനെയൊക്കെ ജീവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഇതൊക്കെ ലൈലയെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് എന്താണ് ഒരുപാട് ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഒരു മുഹറം ആഘോഷത്തിൽ തന്നെ അതിലെന്താണ് അസദിനെയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ട് സാഹിദ് എന്ന് പറയുന്ന ഈ 2 ക്യാരക്ടേഴ്സും നമ്മുടെ ലൈലയുടെ കസിൻസാണ്. അവരുടെ പാരൻസ് ആരാന്നുള്ള കാര്യങ്ങളൊന്നും അതിൽ പാരൻസിനൊന്നും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ഇല്ല. അവരുടെ കസിൻസ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സാണ് അസദ് സാഹിദ് എന്ന് പറയുന്നത്. അവർ രണ്ടും എന്താണ് ബ്രദേഴ്സാണ് കേട്ടോ, രണ്ടാളും ബ്രദേഴ്സാണ്. സോ അവർ രണ്ടാളും എന്താണ് വീട്ടിൽ എത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ ആ വീട്ടുകാരൊക്കെ എന്താണ് വേവലാതിപ്പെടുന്നത് പറയുന്നുണ്ട്. പിന്നീട് എന്താണ് സായിദ് ആദ്യം എത്തി, പക്ഷേ അസദ് എത്തിയപ്പോഴേക്കും അവൻ്റെ തലക്കൊക്കെ ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ട് ഈ അസദ് എന്ന് പറയുന്നത് ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്താണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരെ സഹായിച്ചിട്ടൊക്കെയാണ് അസദിന് പരിക്കേറ്റതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ വിശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അസദ് എന്താണ് തൻ്റെ ലവ് സഹറയോട് പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നത് സഹറയുടെ ഉമ്മയായിട്ടുള്ള ആൻറ്റി മാജിദ കേൾക്കുകയാണ്. പക്ഷേ പിന്നീട് അതിന് ശേഷം മാജിദ എന്താണ് ഈ അസദിന് എന്താണ് ഒരു പുറത്തുള്ള ഒരാളെ കാണുന്നത് പോലെയാണ് കാണുക. അഥവാ അവർക്ക് ഈ ഒരു ബന്ധത്തിൽ താല്പര്യമില്ല എന്നുള്ള കാര്യമാണ് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നീട് എന്താണ് ഈ ഒരു മുഹറം ആഘോഷം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആയപ്പോഴേക്കും ബാബാജാൻ മരണപ്പെടുകയുണ്ടായത്. ആ ഒരു കുടുംബത്തിന് തന്നെ ഏറ്റവും വലിയ താങ്ങാൻ പറ്റാത്തൊരു നഷ്ടമാണ് അതിലൂടെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ബാബാജാൻ്റെ ഡെഡ് ബോഡി സംസ്കരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പഴയ ഗ്രാമമായിട്ടുള്ള അവരുടെ ഒരു കുടുംബ പഴയത്തിലെ ഒരു പൂർവിക ഗ്രാമമായിട്ടുള്ള ഹസൻപൂരിലേക്ക് അവർ യാത്ര പോവുകയാണ്. അപ്പം ഈ ഒരു യാത്ര എന്ന് പറയുന്നത് കുടുംബബന്ധങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ ഒരു പാരമ്പര്യങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ ഇമ്പോർട്ടൻസുകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും എന്താണ് ഹസൻപൂരിലേക്ക് യാത്ര ചെയ്യുന്നത് പറയുന്നുണ്ട്. പിന്നീട് അങ്കിൾ ഹമീദ് അതുപോലെ തന്നെ ആൻറ്റി സൈറ, ഹമീദിൻ്റെ ഭാര്യയാണ് സൈറ എന്ന് പറയുന്നത്, അവരും ഹസൻപൂരിലേക്ക് എത്തുന്നുണ്ട്. പിന്നീട് ഈ ഹമീദ് എന്ന് പറയുന്ന വ്യക്തി ഒരു സിവിൽ സർവൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു യൂറോപ്യൻ സ്വാധീനം അദ്ദേഹത്തിൻ്റെ ഒരു ബിഹേവിയറിൽ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ബാബാജാൻ്റെ മരണത്തിന് ശേഷം ഈ ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം അങ്കിൾ ഹമീദ് ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം കുറച്ചൊരു മോഡേൺ ആയിട്ടുള്ള വാദിയാണെന്നൊക്കെ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനോടൊന്നും അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ലൈലക്ക് എന്താണ് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കാൻ അദ്ദേഹം പിന്തുണച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട്.
പിന്നീട് വീണ്ടും ആ ഒരു ഹസൻപൂരിലേക്കുള്ള യാത്രയെക്കുറിച്ചിട്ട് തന്നെ വീണ്ടും പറയുന്നുണ്ട്. ആ ഒരു ലക്നൗ ആ നഗരത്തെക്കുറിച്ചിട്ട്, അവിടെ പൂന്തോട്ടങ്ങൾ, കൊട്ടാരങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു മനോഹാരിതയെക്കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് പിന്നീട് വിവരിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ലൈലയും സെഹ്റയും ആ ഒരു അവരുടെ പഴയ സുഹൃത്തായിട്ടുള്ള നന്ദി എന്ന് പറയുന്ന അവരെ വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. അഥവാ അവരെ മറ്റൊരു ഗ്രാമത്തിലേക്ക് പറഞ്ഞയച്ചതാണല്ലോ. അപ്പം അങ്ങനെ അവർ അവിടെ നിന്ന് കണ്ടുമുട്ടുന്ന എന്താണ്, ലൈല എന്താണ് അവളോട് ഭയങ്കര സ്നേഹത്തിലും അനുകമ്പയും ഒക്കെ കാണിക്കുന്നുണ്ട്. അഥവാ ലൈലയുടെ ആ ക്യാരക്ടറാണ് കേട്ടോ അതിലൂടെയൊക്കെ വ്യക്തമാവുന്നത്. കാരണം എല്ലാവരുമായിട്ടും ലിങ്ക് ചെയ്യാനും മിങ്കിളാവാനുള്ള അവരുടെ ഒരു കഴിവ്, എല്ലാവരെയും അംഗീകരിക്കാനും അതുപോലെ തന്നെ എല്ലാവരെയും കേൾക്കാനുള്ള അവരുടെ സ്വഭാവമൊക്കെയാണ് അവിടെ അതിലൂടെ വ്യക്തമായി പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അസദ് സെഹ്റയോടുള്ള ഒരു പ്രണയം പറഞ്ഞിട്ടുണ്ടല്ലോ, പക്ഷേ അത് സെഹ്റ ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, ഈ അസദ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള പദവിക്കോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള പദവിക്കോ ഒന്നും തുല്യനായിട്ടുള്ള വ്യക്തിയല്ല എന്നുള്ള നിലപാടാണ് ആർക്കുള്ളത്, സെഹ്റയ്ക്കുള്ളത്. കാരണം ഒരു വ്യക്തിയുടെ കഴിവും കാര്യങ്ങളും നോക്കിയിട്ടല്ല, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, അവരുടെ കുടുംബം നോക്കിയിട്ടാണ് ഒരു കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നത്, കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളത് പോലും വിശ്വസിക്കുന്ന ഒരു പരമ്പരാഗത വിശ്വാസമുള്ള ഒരാളാണ് നമ്മുടെ സെഹ്റ എന്ന് പറയുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. ദെൻ പിന്നീട് ആ ഒരു നോവലിൽ അലിഗഡ് യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് കുറച്ച് പരാമർശങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ലൈലയുടെ ആ ഒരു ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഒരു സ്ത്രീ വിദ്യാഭ്യാസത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഈ നോവൽ വീണ്ടും വീണ്ടും തുറന്നു കാട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ലൈലയും കുറച്ച് പെൺകുട്ടികളും ഇരുന്നിട്ട് എന്താണ്, സ്ത്രീകളുടെ മേൽ ആ സൊസൈറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള കൺട്രോളുകളെ കുറിച്ചിട്ടൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച ചെയ്യാണ്. ഈ ഒരു സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂള് അവർ പാലിക്കേണ്ടതുണ്ട്. അപ്പം അത് എത്രത്തോളം ഒരു സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സംഭവമൊക്കെയാണ്. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതിലൂടെ പിന്നീട് അവരിങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് പിന്നീട് കാണാൻ പറ്റും. പിന്നീട് കാണാൻ പറ്റുന്ന അങ്കിൾ ഹമീദ് ഉണ്ടല്ലോ, അവരെന്താണ് ആ ഒരു കുടുംബങ്ങളെ മുഴുവൻ ഒരുമിച്ച് ചേർക്കാണ്. കാരണം എന്താണ്, ബാബാജാൻ മരണപ്പെട്ടു, ഇനിയുള്ള ഉത്തരവാദിത്വം മുഴുവൻ ആർക്കാണ്, അങ്കിൾ ഹമീദിനാണ്. സോ അദ്ദേഹത്തിന് എന്താണ്, ഒരു ഫാമിലിയെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. അപ്പം അദ്ദേഹം എല്ലാ കുടുംബാംഗങ്ങളെയും ഒരുമിച്ച് നിർത്തിയിട്ട് പല തീരുമാനങ്ങളും ആ ഒരു ഫാമിലിയിൽ എടുക്കുകയാണ്. നമ്മുടെ സെഹ്റയുടെ വിവാഹം പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട്. ലൈലയെ ഹയർ സ്റ്റഡീസിന് പോകാൻ വേണ്ടിയിട്ട്, അഥവാ കോളേജ് കഴിഞ്ഞ് PGക്ക് പോകാൻ വേണ്ടിയിട്ട് അവളെ സമ്മതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അസദ്, സാഹിദ് ഇവരെയൊക്കെ എന്താണ് ഹോസ്റ്റലിലേക്ക് പറഞ്ഞയക്കാനും തീരുമാനിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ കുറച്ച് തീരുമാനങ്ങളൊക്കെ അങ്കിൾ ഹമീദ് എടുക്കുകയാണ്. അങ്ങനെ ആ ഒരു വർഷത്തിൽ തന്നെ 2 കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ സെഹ്റയുടെയും അതുപോലെ തന്നെ നസീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെയും കല്യാണം. സെഹ്റ നസീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിട്ട് കല്യാണം കഴിക്കുന്നത്, അവരുടെ കല്യാണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ അമ്മായിയായിട്ടുള്ള ആബിദ, നേരത്തെ പറഞ്ഞിട്ടുള്ള അമ്മായിയായിട്ടുള്ള ആബിദയുടെ വിവാഹം നടക്കുന്നുണ്ട്. അവൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്, ഇതുവരെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവർ വിവാഹം കഴിക്കുന്നത് ഒരു തൻ്റെ ഭാര്യ മരിച്ചു പോയിട്ടുള്ള ഒരാളെയാണ് കേട്ടോ ആബിദ വിവാഹം കഴിക്കുന്നത്. അപ്പം ആ ഒരു വിവാഹം കഴിക്കുന്നതോടെ നമ്മുടെ 1ാമത്തെ ഭാഗം അവിടെ അവസാനിക്കുകയാണ്. സോ ഇനി രണ്ടാമത്തെ പാർട്ടിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ദെൻ സെക്കൻഡ് ഭാഗം തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആഷിയാന എന്ന് പറയുന്ന ഒരു വലിയൊരു വീട്ടിലുള്ള ആ ലൈഫ് പൂർണ്ണമായിട്ട് മാറുന്നതാണ്. കാരണം അസദ് ഡൽഹിയിലാണ്. അതുപോലെ നമ്മൾ ആബിദ ആൻറ്റിയുടെ വിവാഹം കഴിഞ്ഞിരുന്നല്ലോ. അപ്പം അവരെന്താണ് തൻ്റെ പുതിയ വീട്ടിലേക്ക് പോവുകയാണ്, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ആ പോകുമ്പോൾ തന്നെ ഹക്കിമാൻ ബുവ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അവർ വളരെ കാലങ്ങളായിട്ട് ആ ഒരു വീട്ടിലെ സെർവൻ്റായിട്ട്, ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഒരു സെർവൻ്റായിട്ട് ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ഹക്കിമാൻ ബുവ എന്ന് പറയുന്നത്. അവരെന്താണ് ആബിദക്കൊപ്പം ആബിദൻ്റെ വീട്ടിലേക്ക്, നമ്മുടെ ലൈലയൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ എന്താണ് എടുത്ത് വളർത്തിയിട്ടുള്ള നല്ല രീതിയിൽ നോക്കിയിട്ടുള്ള വ്യക്തിയാണ് ഹക്കിമാൻ ബുവ എന്ന് പറയുന്നത്. അപ്പം അവരും ആബിദക്കൊപ്പം പോവുകയാണ്. പിന്നെ നന്ദിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, അവരൊരു കച്ചവടക്കാരനോട് കൂടെ ഒളിച്ചോടി എന്നുള്ള വാർത്ത പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, കുടുംബങ്ങൾ പല രീതിയിലേക്ക് തിരിഞ്ഞ് ആ ഒരു വീട് ശരിക്കും ഒരു ശൂന്യമായിട്ട് മാറി എന്നാണ് പറയുന്നത്. അപ്പം ലൈലക്ക് ആ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ഭയങ്കര ലോൺലിനെസ് ഒക്കെ ഫീൽ ചെയ്യണം. അങ്ങനെ ഹമീദ് ചാച്ച എന്താണ് ആരുടെ ഇഷ്ടപ്രകാരം ആ ഒരു വീട് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അപ്പം ആ ഒരു പുതിയ ഒരു നെയിം ബോർഡൊക്കെ മാറ്റി, അവരുടെ വീടിൻ്റെ ആ ഒരു പേരിൻ്റെ ഇതൊക്കെ മാറ്റി, പഴയ ഫർണിച്ചേഴ്സൊക്കെ ഒഴിവാക്കിയെന്നാണ് പുതിയ മോഡൽ ഫർണിച്ചേഴ്സൊക്കെ വാങ്ങി. അഥവാ ആ ഒരു ബാബാജാൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു പഴയ ഒരു പാരമ്പര്യ ജീവിത രീതികൾ താനെ ഇല്ലാതായി എന്നാണ് പുതിയൊരു സിസ്റ്റം ആ ഒരു വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് പറയുന്നത്. എങ്കിൽ പോലും ലൈലക്ക് എന്താണ് ആ ഒരു വീട്ടിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഏകാന്തത അനുഭവപ്പെടുകയാണ്. പിന്നീട് കാണുന്നത് ലൈലയുടെ ആ ഒരു PG പഠിക്കുന്നുണ്ട്. അവരുടെ ഒരു കോളേജ് ലൈഫാണ് കാണിക്കുന്നത്. ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് ലൈലക്ക്. അപ്പം ആ ഒരു ഫ്രണ്ട്സുകളെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊരാളാണ് നിത ചാറ്റർജി എന്ന് പറയുന്നത്. ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, പക്ഷേ ഭയങ്കര ദേശസ്നേഹമുള്ള ഒരു വ്യക്തിയായിട്ടാണ് പറയുന്നത്. ഒരു സീരിയസ് ആയിട്ടായിരിക്കും എപ്പോഴും നിത ചാറ്റർജി ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വേറൊരു ഫ്രണ്ടാണ് നാദിറ എന്ന് പറയുന്നത്. ഇതിൽ നാദിറയെ കുറിച്ചിട്ട് വീണ്ടും പറയുന്നുണ്ട്. സോ നാദിറ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. ദെൻ നാദിറ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു റിലീജിയസ് മൈൻഡുള്ളൊരു ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ് നാദിറ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജോൺ ഭയങ്കര മ്യൂസിക്കിലൊക്കെ ഭയങ്കര ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ് ജോൺ എന്ന് പറയുന്നത്. ദെൻ റൊമാനയെ പറയുന്നുണ്ട്. റൊമാന എന്ന് പറയുമ്പം ഒരു ഭയങ്കര സൗന്ദര്യമുള്ള ഒരു സൗമ്യ സ്വഭാവമൊക്കെ ഉള്ളൊരു പെൺകുട്ടിയാണ് റൊമാന എന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ എന്താണ്, അവൾ ഈ പല രീതിയിലുള്ള പല റിലീജിയസ് ഇതിലും പെട്ട കാറ്റഗറിയിലും പെട്ട ഒരുപാട് ഫ്രണ്ട്സിനെ അവൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇവരിലൂടെയൊക്കെ എന്താണ് അവൾ ശരിക്കും അവളുടെ വീടിന് പുറത്തുള്ള ഒരു ലോകം അനുഭവിച്ച് അവൾ അറിയാണ്. കാരണം കൂടുതൽ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ ഇതൊക്കെ ഈ ഒരു അനുഭവങ്ങളൊക്കെ അവളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നീട് അവളുടെ വീട്ടിലേക്ക് ബീഗം വഹീദ് അതുപോലെ തന്നെ മിസ്സിസ് വാദിയ എന്ന് പറയുന്ന 2 സ്ത്രീ ക്യാരക്ടേഴ്സ് അവരുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പം ബീഗം വഹീദ് എന്ന് പറയുന്നത്
നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നാദിറ എന്ന് പറഞ്ഞല്ലോ, ആ നാദിറയുടെ ഉമ്മയാണ് ബീഗം വഹീദ് എന്ന് പറയുന്നത്. അപ്പം ഇവർ രണ്ടുപേരും ആൻറ്റി സൈറയെ കാണാൻ, അഥവാ നമ്മുടെ നേരത്തെ പറഞ്ഞ ഉം, ഹമീദ് ചാച്ച ഉണ്ടല്ലോ, ഹമീദ് ചാച്ചൻ്റെ ഭാര്യയാണ് സൈറ എന്ന് പറയുന്നത്. അപ്പം അവരെ കാണാൻ വേണ്ടിയിട്ട്, അവരെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ എന്താണ് ഈ ഒരു ബീഗം വാഹിദ് നമ്മുടെ നാദിറയുടെ ഉമ്മയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം അവരൊക്കെ ശരിക്കും ഒരു മോഡേൺ ചിന്താഗതിയുള്ള ഒരാളുകളൊക്കെ ആയിട്ടാണ് ശരിക്കും വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ബീഗം വാഹിദിന് തൻ്റെ മകനെ കൊണ്ട് ലൈലയെ കല്യാണം കഴിപ്പിക്കാനുള്ളൊരു മോഹം ആദ്യം തോന്നി. പക്ഷേ പിന്നീട് എപ്പോഴോ ആ ലൈലയുടെ ആ ഒരു അവളുടെ ഒരു പെരുമാറ്റം ഭയങ്കര ഫ്രീഡം ആയിട്ട് ചിന്തിക്കുന്ന വ്യക്തിയാണല്ലോ ലൈല, മറ്റുള്ളവരെ പോലെ അല്ലല്ലോ, പരമ്പരാഗതമായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അവളുടെ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, ബീഗം വഹീദിന് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ പിന്നീട് എന്താണ് അത് ആ ഒരു ചിന്ത ഇല്ലാതെ എന്ന് പറയുന്നത്, ഭയങ്കര മോഡേൺ ആയിട്ട് നടക്കുന്നു എന്ന് പറയുന്ന ആളുകളാണെങ്കിൽ പോലും ചിന്തകൾ എപ്പോഴും എന്താണ്, സ്ത്രീകൾ ഒരിക്കലും എന്താണ് ഭയങ്കര വയലൻ്റ് ആയിട്ട് നടക്കാൻ പാടില്ല, അവരുടെ ഇഷ്ടാനുസരണം നടക്കാൻ പാടില്ല, ഇൻഡിപെൻഡൻ്റ് ആവാൻ പാടില്ല എന്നൊക്കെയുള്ള ചിന്തയിൽ തന്നെയാണ് അവരെപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതും. അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ചിന്തകൾക്കൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. മോഡലായിട്ട് ഒരു മോഡേണായിട്ട് ഉണ്ട് എന്നുള്ള ഒരു പെരുമാറ്റങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അവരുടെ ചിന്തകളിലൊന്നും ഒരു മോഡേണിറ്റിയും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പിന്നീട് നന്ദിയുടെ ലൈഫിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആ ഒരു നന്ദിയുടെ ലൈഫ് എന്ന് പറയുമ്പോൾ അവിടെ ഓൾറെഡി ഒരു കച്ചവടക്കാരുടെ കൂടെ ഒളിച്ചോടി എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ പിന്നീട് എന്താണ് അവരുടെ ലൈഫിൽ ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു വാർത്ത. കാരണം എന്താണ്, അമ്മ ഗുരുതരമായിട്ട് എന്താണ് ഒരു രോഗം ബാധിച്ച് അമ്മ മരിക്കുകയാണ്. അപ്പം മരണശേഷം നമ്മുടെ നന്ദി ആ ഒരു വീട്ടിലേക്ക് വീണ്ടും മടങ്ങി വരുന്നുണ്ട്. ഭയങ്കര അപ്പോഴാണെങ്കിലും അവൾ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര ആ ഒരു സൊസൈറ്റിയിലെ ചൂഷണങ്ങൾക്ക് ഇരയാവുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. അഥവാ ഈ ഒരു നോവലിലെ ക്ലാസ് ഡിഫറൻസ് തമ്മിലുള്ള വ്യത്യാസം, അഥവാ ഈ ഇപ്പം നമ്മുടെ ലൈലയും നന്ദിയെയും നോക്കുകയാണെങ്കിൽ രണ്ടും രണ്ട് ദിക്കിലുള്ള ആളുകളാണ്. അപ്പം ആ നന്ദി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരുപാട് ചൂഷണങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം താഴ്ന്ന ജാതിയാണ്, അതുപോലെ തന്നെ താഴ്ന്ന ജോലിയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ ആ ഒരു സ്വഭാവ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഒരു ജന്മന ഉണ്ടാകുന്ന ഒരു വ്യത്യാസങ്ങളൊക്കെ ആളുകളുടെ പെരുമാറ്റത്തിനും അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യാനൊക്കെ അവരെ തന്നെ അതിന് കാരണമാവുന്നുണ്ടെന്നുള്ള കാര്യം, ഒരുപാട് ക്ലാസ് ഡിഫറൻസ്, അതുപോലെ തന്നെ അവരോടുള്ള ഒരു ഇനീക്വാളിറ്റി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഈ ഒരു ചാപ്റ്റർ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. പിന്നീട് പറയുന്നത് ലൈലയുടെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു ചേഞ്ച്, ഭയങ്കര ഒരു റിബലിയസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ലൈലക്ക് പിന്നീട് കൈവരുന്നത്. അഥവാ എന്തെങ്കിലും അസഹിഷ്ണുത കണ്ടാൽ അതിനെതിരെ അവർ പ്രതികരിക്കും, അതിനോടുള്ളൊരു എതിർപ്പ് കാണാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു ചെറിയൊരു സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ ലൈലയിലേക്ക് വന്ന് തുടങ്ങി എന്നുള്ളതാണ്. പിന്നീട് സെഹ്റെ യൂറോപ്പൊക്കെ സന്ദർശിച്ച ശേഷം അവർ ഇവരുടെ വീട്ടിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ ആബിദ എന്ന് പറയുന്ന അവരുടെ ആൻറ്റിയും അവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നീട് പക്ഷേ ഇവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന രണ്ടുപേരാണ്. പക്ഷേ ഇവരുടെയൊക്കെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റം ആർക്ക് ഫീൽ ചെയ്യാണ്, നമ്മുടെ ലൈലക്ക് ഫീൽ ചെയ്യാണ്. കാരണം ഭയങ്കര ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക്, ഭയങ്കര നിശബ്ദമായിട്ടുള്ള ഒരു കർത്തവ്യബോധമുള്ളവരൊക്കെ ആയിട്ടാണ് ശരിക്കും അവർ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ലൈല ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ വിവാഹം കഴിച്ച് പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവരുടെ ജീവിതം എങ്ങനെയാണ് ഇങ്ങനെ മാറുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ വൈസ്രോയിമാരൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ആ വൈസ്രോയിമാരെ വെൽക്കം ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാം, ചെറിയൊരു കുറച്ച് വലിയൊരു പ്രോഗ്രാം, ഭയങ്കര ആ ഒരു കുടുംബങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഫാമിലീസ് മാത്രം ഒരുമിച്ച് കൂടുന്ന ഒരു വലിയൊരു പ്രോഗ്രാമാണ്, ഒരു വൈസ്രോയിനെ സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രോഗ്രാം. ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു വെൽക്കം, ആ ഒരു പരിപാടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സെഹ്റയ്ക്ക് നമ്മുടെ ലൈലയെ ആ ഒരു പരിപാടിയിലേക്ക് കൊണ്ടുപോകണം. ലൈല ഇതുവരെ അങ്ങനത്തെ ഒരു പരിപാടിയിലേക്കും അഥവാ അങ്ങനത്തെ ഒരു പരിപാടിയിലും ലൈല ചേർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സെഹ്റ എന്താണ്, ലൈലയെയും ആ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കണം എന്ന് അവൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് അസദ് വീട്ടിലേക്ക് എത്തുന്നത്. അസദ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെഹ്റയുടെ പഴയ ഒരു ലവറാണ് കേട്ടോ. അപ്പം അസദ് വീട്ടിലേക്ക് എത്തുകയാണ്. ആ ഒരു വീട്ടിലേക്ക് എത്തുമ്പോഴാണ് അവിടെ സെഹ്റയും അതുപോലെ തന്നെ സെഹ്റയുടെ ഹസ്ബൻഡായിട്ടുള്ള നസീറിനെയൊക്കെ അസദ് കാണുന്നത്. അപ്പം ഉള്ളിൽ എവിടേക്കോ ഒരു പഴയ ഒരു ഓർമ്മകൾ, പഴയ ഒരു നമ്പരം ഒക്കെ നമ്മുടെ അസദിന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അവർ നല്ല രീതിയിൽ അവരോടൊക്കെ സംസാരിച്ച് ഒരു പഴയ ഒരു ഇത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തുന്നത്. അതുപോലെ തന്നെ പിന്നീട് സെഹ്റയുടെയും ലൈലയുടെയും തമ്മിലുള്ള സംഭാഷണമാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ ലൈലയുടെ അഭിപ്രായത്തിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുക തൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണെന്നുള്ളതാണ് ആര് പറയുന്നത്, സെഹ്റ പറയുന്നത്. പക്ഷേ ഒരിക്കലും ഈ ഒരു കാര്യം ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ലൈല അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണ്, അത് ഒരിക്കലും ആ ഒരു തൻ്റെ സ്വാതന്ത്ര്യം പോലും അവിടെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള വാദമാണ് ലൈല. കാരണം എന്താണ്, തൻ്റെ ഹസ്ബൻഡിനനുസരിച്ച് തൻ്റെ ജീവിതം, തൻ്റെ ലൈഫ് സ്റ്റൈലും എല്ലാം അവർക്കനുസരിച്ച് നമ്മൾ ചേഞ്ച് ആക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളൊന്നും അവിടെ നടക്കില്ല എന്നുള്ള കാര്യമാണ് ആര് പറയുന്നത്, ലൈല പറയുന്നത്. പക്ഷേ അപ്പം ആ ഒരു സമയത്ത് സെഹ്റ പറയുന്നുണ്ട്, ആ കണ്ണാടിയിലേക്കൊന്ന് നോക്ക്, ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നിന്നെ വിവാഹം കഴിക്കാൻ ആളുടെ മുഖം ആ ഒരു കണ്ണാടിയിൽ നിനക്ക് കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ തമാശയിൽ ലൈലയോട് പറയാം. അപ്പം ലൈല ആ ഒരു കണ്ണാടിയിലേക്ക് നോക്കുമ്പോഴാണ് പെട്ടെന്ന് അൺഫോർച്ചുനേറ്റ്ലി അസദ് ആ ഒരു കണ്ണാടിയിൽ ആ റൂമിലേക്ക് വരുന്നത്. അപ്പം ലൈല നോക്കുമ്പോൾ ശരിക്കും ആ അസദിൻ്റെ മുഖമാണ് ശരിക്കും ലൈലക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അവർക്ക് എന്തോ ഒരു സാഹചര്യം ആലോചിച്ച് അറിയാലോ. അപ്പം പക്ഷേ അവിടെ നമുക്ക് ഈ ഒരു റൈറ്റർ തരുന്നൊരു ഹിൻറ്റ് എന്ന് പറയുന്നത്, പിന്നീട് നമ്മുടെ ലൈലയുടെ ലൈല ഓൾറെഡി ഒരു ലവ് മാരേജ് കഴിഞ്ഞിട്ട് അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി, ഒരു മകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ അസദുമായിട്ട് കണ്ടുമുട്ടുന്നതാണ് ഈ ഒരു നോവലിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ഒരു
ഒരു ഓപ്പൺ എൻഡിങ് ആണ്. കാരണം അത് നമുക്ക് ഊഹിക്കാം എന്ത് ആവുന്നില്ല. അപ്പം പക്ഷെ അത് കാണുമ്പോൾ അറിയാം അവരുടെ പുതിയൊരു ലൈഫിലേക്കുള്ളൊരു എൻട്രി ആയിട്ടാണ് ഒരു എൻഡിങ് നമുക്ക് കാണാൻ പറ്റും. അപ്പം എന്താണ് ഭാവിയിൽ ഇവർ വീണ്ടും ഒരുമിച്ച് കൂടുന്നുണ്ട് എന്നുള്ള ചെറിയൊരു ഹിൻ്റാണ് നമുക്ക് ശരിക്കും ഇവിടെ റൈറ്റർ തരുന്നത് എന്നുള്ളതാണ് കേട്ടോ. ദെൻ പിന്നീട് ആ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളാണ് പിന്നെയും പറയുന്നത്. കാരണം ആ ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ലൈല ഭയങ്കര മടിക്കുന്നുണ്ട്. കാരണം ലൈലയുടെ സ്വഭാവം നമുക്കറിയാലോ. അവളെന്താണ് ഭയങ്കര ആഡംബരമായിട്ടുള്ള ലൈഫ് സ്റ്റൈലിനോടൊന്നും തീരെ താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. കാരണം ആ ഒരു പരിപാടിയിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രഭുക്കന്മാരായിട്ട് ആളുകളും അതുപോലെ തന്നെ ഭയങ്കര ഉയർന്ന സ്റ്റാറ്റസുള്ള കുടുംബങ്ങൾ മാത്രം ഒരു ഹൈ സ്റ്റാറ്റസുള്ള ആളുകൾ മാത്രം കൂടുന്ന ഒരു പ്ലേസാണ് ശരിക്കും ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ലൈല ആ ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് മടിക്കുന്നുണ്ടെങ്കിലും സെഹ്റയുടെ നിർബന്ധപ്രകാരം ഒരു പരിപാടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവൾ തയ്യാറാവാണ്. അപ്പം അതുവരെ ഒരു പർദ്ദ സമ്പ്രദായം നിലവിലുണ്ടായിരുന്ന ആ ഒരു ഇതിൽ നിന്ന് മാറി അവൾ ആദ്യമായിട്ട് എന്താണ് സാരി ഉടുക്കുകയാണ്. അങ്ങനെ സാരി ഉടുത്ത് ആ ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് അവൾ ഒരുങ്ങുകയാണ്. അങ്ങനെ ആ ഒരു പരിപാടിയിലേക്ക് അവർ എത്തി. ഒരുപാട് ആളുകൾ ഭയങ്കര തിരക്കുള്ളൊരു പരിപാടിയാണ്. അപ്പം അവർ ആ പരിപാടിയിലേക്ക് എത്തുമ്പോൾ എന്താണ് ഏതോ ഒരാൾ മദ്യപിച്ച് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ആളുകളൊക്കെ എന്താണ് അപ്പം അന്ന് പരിഭ്രാന്തരായിട്ട് അങ്ങനെ ഓടുന്നതിനിടയിലാണ് അമീർ ഹുസൈൻ എന്ന് പറയുന്ന ഒരു യുവാവുമായിട്ട് നമ്മുടെ ലൈല കൂട്ടിയിടിക്കുന്നത്. അപ്പം ഇതാണ് ശരിക്കും അവരുടെ ഒരു അവരുടെ ലവിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പം അവർ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നതിലൂടെയാണ്. അപ്പം ഈ ഒരു അമീർ ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയാണ് പിന്നീട് ലൈല സ്നേഹിക്കുന്നതും കല്യാണം കഴിക്കുന്നത്. അപ്പം അവർ ആദ്യമായിട്ട് കണ്ടത് ഈ ഒരു സീനിലാണെന്നുള്ളത് ഓർത്ത് വെക്കാം. പക്ഷേ നമ്മുടെ ഈ അമീർ ഹുസൈൻ എന്താണ് ലൈലയെ പിടിച്ചിട്ട് എന്താണ് സെഹ്റയെയും അതുപോലെ തന്നെ നസീറിനെയും കൊണ്ട് ചെന്ന് ഏൽപ്പിക്കുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. പിന്നീട് നമുക്ക് ഈ നോവലിൽ കാണാൻ പറ്റുന്നത് സ്വാതന്ത്ര്യസമരെ കുറിച്ചിട്ടും അല്ലെങ്കിൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ റൈറ്റർ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഉയർന്ന കുടുംബങ്ങളൊക്കെ ബ്രിട്ടീഷുകാരോട് ലോയാലിറ്റി പുലർത്തുന്ന ആളുകളായിരുന്നു. പക്ഷേ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരെന്താണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പ്രതിഷേധിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പം ഈ സമൂഹം തന്നെ രണ്ടായിട്ട് വിഭജിച്ചൊരവസ്ഥയായിരുന്നു ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. കാരണം ഈ ബ്രിട്ടീഷ് ഭരണത്തെ പിന്തുണക്കുന്നവരുണ്ട്, ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കുന്നവരുണ്ട്. ഇപ്പം സാധാരണ ജനങ്ങൾ എന്താണ് ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കും. പക്ഷേ ഈ ജമീന്ദാർമാർ പോലുള്ള ഉയർന്ന സാമൂഹിക നിലവാരമുള്ള ആളുകളൊക്കെ ബ്രിട്ടീഷുകാരോട് കൂറു പുലർത്തും. കാരണം എന്താണ് ഈ ഒരു ജനാധിപത്യം എന്നുള്ള സംവിധാനം ആ ഒരു രാജ്യത്തിൽ നിലനിൽക്കുമ്പോൾ എന്താണ് ഓൽക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നടക്കൂല. അവരുടെ ഈ ഒരു പാട്ട വ്യവസ്ഥ അല്ലെങ്കിൽ എന്താണ് കർഷകരെ ചൂഷണം ചെയ്യലും അവർക്ക് അതിൽ നിന്ന് നികുതി പിരിക്കലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും നടക്കൂല. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഉയർന്ന കുടുംബങ്ങൾ മുഴുവനും ബ്രിട്ടീഷുകാരോട് ലോയാലിറ്റി പുലർത്തിയിരുന്ന ആളുകളാണ്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നീട് അങ്കിൾ ഹമീദ് ലൈലയോടും ഒക്കെ പറയുന്നുണ്ട് ഒരിക്കലും ഈ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലും അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനമൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പം അതിലൊന്നും ഒരിക്കലും പങ്കെടുക്കരുത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിനിടയിൽ അസദിന് പോലീസ് ലാത്തി ചാർജ് ഉണ്ടല്ലോ, അതിൽ പരിക്കേറ്റ് അസദ് വീട്ടിലെത്തുന്നുണ്ട്. അങ്ങനെ അമീർ അവനെ കാണാൻ അസദിൻ്റെ ഒരു സുഹൃത്താണ് ശരിക്കും ഈ ഒരു അമീർ എന്ന് പറയുന്ന അമീർ ഹുസൈൻ, നമ്മുടെ ലൈലയുടെ ലവറായിട്ടുള്ള അമീർ ഹുസൈൻ അസദിനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലെത്തുമ്പോഴാണ് ശരിക്കും അവിടെ വീണ്ടും ലൈലയെ വീണ്ടും കാണുന്നത്. അങ്ങനെ വീണ്ടും രണ്ടാമത് പ്രാവശ്യം അവർ അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. അപ്പം അവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം പിന്നീട് പല സാഹചര്യത്തിലും അവർക്ക് കാണേണ്ടതായിട്ടും അതുപോലെ തന്നെ കാണേണ്ടി വന്നു. അങ്ങനെ ഒന്നുകൂടെ ആ ബന്ധങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെ വളരാൻ തുടങ്ങിയപ്പോൾ ഇതിനൊക്കെ കാരണമായത് ഇങ്ങനെ ഈ അസദിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അമീർ വീട്ടിലേക്ക് വരുമ്പോഴാണെന്നുള്ളതാണ്. പിന്നീട് എന്താണ് യൂത്തിൻ്റെ ലൈഫിൽ എന്താ പറയുക ഒരു പൊളിറ്റിക്കലായിട്ടുള്ള സംഭവങ്ങളും അതുപോലെ തന്നെ ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കലും ഒക്കെ ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ ലൈലയുടെ സുഹൃത്തായിട്ടുള്ള നിത ചാറ്റർജി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ നിത ചാറ്റർജി ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഭയങ്കര ദേശസ്നേഹമുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഈ നിത ചാറ്റർജി ആ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് എന്താണ് അവരെ വീട്ടിലേക്ക് അവിടുന്ന് തിരിച്ചയക്കുന്നുണ്ട്. പിന്നീട് അവർ മരിച്ചതായിട്ടൊക്കെയുള്ള വിവരങ്ങളൊക്കെയാണ് പിന്നീട് തരുന്നത്. അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന റൊമാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവരെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അപ്പം ഓരോരുത്തർ ഓരോ വഴിയിലേക്ക് അങ്ങനെ നീങ്ങുന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ പിന്നീട് ഈ ഒരു രണ്ടാമത്തെ ഭാഗത്തിൽ ലാസ്റ്റായിട്ട് പറയുന്ന ഒരു കാര്യം, സലിമൻ എന്ന് പറയുന്ന ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. ആഷിയാന എന്ന് പറയുന്ന ഒരു വലിയൊരു വീട്ടിൽ സലിമൻ എന്ന് പറയുന്ന ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് നമ്മുടെ നന്ദിയെ പോലെയൊന്നുമല്ല, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ഗഡ്സോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊന്നും ചെയ്യാനുള്ളൊരു ഇതുള്ളൊരു പെൺകുട്ടി ആയിരുന്നില്ല സലിമൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. അങ്ങനെ ഈ ഗുലാം അലി എന്ന് പറയുന്ന ഒരു വ്യക്തി അഥവാ ആ സെയിം ആഷിയാനയിലെ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്ലീനറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഗുലാം അലി എന്നൊക്കെ പറയുന്നത്. അപ്പം പരമ്പരാഗതമായിട്ട് ആ ഒരു വീട്ടിലെ സീനിയർ ആയിട്ടുള്ളൊരു ഒരു തൊഴിലാളിയാണ് ഗുലാം അലി എന്ന് പറയുമ്പോൾ ഈ സലിമൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഗുലാം അലിയുമായിട്ടുള്ളൊരു പ്രണയബന്ധത്തിലായി എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അത് അറിയുമ്പം സലിമൻ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ റൈറ്റർ പറയുന്നത് എന്താ വെച്ചാൽ ആ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടുപേരും കൂടെ ചെയ്തത്. പക്ഷേ ആ ഒരു കുറ്റം അനുഭവിക്കേണ്ടി വരുന്നത് ശരിക്കും ആ ഒരു സ്ത്രീ മാത്രമാണ്. പുരുഷന്മാർക്ക് ശിക്ഷയില്ല. അപ്പം സ്ത്രീകളെ മാത്രമാണ് ശിക്ഷിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡാണ് ശരിക്കും, ഒരു ഇരട്ട നീതിയെ ആണ് അവിടെ നമ്മളെ റൈറ്റർ ചോദ്യം ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ശരിക്കും രണ്ടാമത്തെ ഭാഗം അവസാനിപ്പിക്കുന്നത് കേട്ടോ.
ദെൻ മൂന്നാമത്തെ പാർട്ട് തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കെമാൽ സലീം എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സ്, ന്യൂ ക്യാരക്ടേഴ്സാണ്. ഇവർ രണ്ടുപേരും ഇവരുടെ ആ ഒരു സ്റ്റോറിയിലേക്ക് ഇൻവോൾവ് ആവാണ്. ഈ കെമാൽ സലീം എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സും അങ്കിൾ ഹമീദ് അഥവാ ഹമീദ് ചാച്ച ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മക്കളാണ് കെമാൽ സലീം എന്ന് പറയുന്ന രണ്ട് വ്യക്തികളും. അവർ യു കെയിൽ നിന്നാണ് കേട്ടോ വരുന്നത്. അവർ യു കെയിലായിരുന്നു. ഇതുവരെ അവരെ കുറിച്ച് ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കെമാലും സലീമുമാണ് ലൈലയുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത്, ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. അപ്പം കെമാൽ സലീം എന്ന് പറയുമ്പോൾ ഈ ഒരു കെമാൽ എന്ന് പറയുന്നത് ഭയങ്കര ആ ഒരു പേര് പോലെ തന്നെ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് മനസ്സിലാക്കാം. അദ്ദേഹം ഒരു സിവിൽ സർവീസിൻ്റെ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ സലീം ആകട്ടെ ഭയങ്കര ഒരു ബാരിസ്റ്ററാണ്. അഥവാ മതപരമായിട്ടുള്ള ആശയങ്ങൾക്ക്, വിശ്വാസങ്ങൾക്ക് കൂടുതലായിട്ട് വാല്യൂ കൊടുക്കുന്ന, അല്ലെങ്കിൽ പാരമ്പര്യ മൂല്യത്തിനൊക്കെ കൂടുതലായിട്ട് മുൻഗണന കൊടുക്കുന്ന വ്യക്തിയാണ് സലീം എന്ന് പറയുമ്പോൾ രണ്ടും ഒരാളുടെ മക്കളാണെങ്കിലും രണ്ടാളും രണ്ട് രീതിയിലുള്ള ആളുകളാണ്. ഒരാൾ മോഡേൺ ആയിട്ടുണ്ടെങ്കിൽ ഒരാൾ പരമ്പരാഗതമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണെന്നുള്ളതാണ്. അപ്പം അതാണ് ഇതിൽ പറയുന്നത്. അപ്പം ഇവർ രണ്ടുപേരും ആ ഒരു വീട്ടിലേക്ക്, അഷ്യാനയിലേക്ക് വന്നതോടുകൂടെ തന്നെ നമ്മുടെ ലൈലയുടെ ലൈഫ് ആകെ മാറിയാണ്. കാരണം അതുവരെ സ്ത്രീകളുടെ ഏരിയയിൽ മാത്രം നിന്നിരുന്ന ലൈല എന്താണ് പിന്നീട് അവരുടെ കൂടെ പുറത്തേക്ക് പോകാനും സ്വതന്ത്രമായിട്ട് ആശയങ്ങൾ പങ്കുവെക്കാനും ഒക്കെ ഉള്ള അവസരം ലൈലക്ക് ഇതിലൂടെ കൈവരികയാണ്. അപ്പം കൂടുതലായിട്ടും അവരായിട്ട് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരം ലൈലക്ക് കിട്ടുകയാണ്. അപ്പം പിന്നീട് ലൈലയുടെ ലൈഫ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഒരു ആക്റ്റീവ് ആവുന്ന ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഈ കെമാൽ അതുപോലെ സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഹമീദ് അങ്കിളിൻ്റെ മക്കളാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ബാബാജാൻ്റെ മരണത്തിന് ശേഷം അവിടെ ആ ഒരു സൊസൈറ്റിയിൽ കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം ആരെയും ഹമീദ് ചാച്ച എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പം അദ്ദേഹത്തിൻ്റെ മക്കളോടും ആ ഒരു സൊസൈറ്റിയിൽ നിന്ന് നല്ലൊരു ബഹുമാനം, ഒരു ആദരവും അവരുടെ മക്കളായിട്ടുള്ള കെമാലിനോടും അതുപോലെ തന്നെ സലീമിനോടും ഉണ്ടാവും. അപ്പം അവർ ഹസൻപൂർ സന്ദർശിക്കും. കാരണം ബാബാജാൻ്റെ ആ ഒരു ഭാഗം അവർ സന്ദർശിക്കുന്നെന്ന് പറയുമ്പോൾ ആ ഒരു സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തുമ്പം ആ ഒരു നാട്ടിലെ ജനങ്ങൾ ഭയങ്കര മോശമായിട്ടുള്ള സ്വീകരണമാണ് അവർക്ക് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നീട് ആ ഒരു കുടുംബം ഭയങ്കര സമ്മറാകുമ്പം ആ ഒരു ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രദേശത്തേക്ക് യാത്ര പോകുന്നുണ്ട്. അവിടെ നിന്ന് നമ്മുടെ ലൈലയും അതുപോലെ തന്നെ ഈ കമാലായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ സലീമായിട്ടല്ല, കൂടുതലായിട്ടും കമാലായിട്ടാണ് അവർ കൂടുതലായിട്ടും സൗഹൃദത്തിലാവുന്നത്. ലൈല എന്ന് പറയുന്ന നമ്മുടെ ഹീറോയിൻ കൂടുതലായിട്ടും അടുക്കുന്നത് ഈ കമാലായിട്ടാണ്. അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു അടുക്കലല്ല, പക്ഷേ എന്താണ് ഭയങ്കര അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബന്ധമാണ് അവിടെ പറയുന്നത്. അപ്പം ഇവർ തമ്മിൽ ഇങ്ങനെ അടുക്കുന്നത് കാണുമ്പം അവരുടെ കുടുംബം ചിന്തിക്കുകയാണ് അവർ തമ്മിൽ കല്യാണം കഴിപ്പിച്ച് അതുകൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ളത് ആ ഒരു കുടുംബം ആഗ്രഹിക്കുകയാണ്. പക്ഷേ കമാലിനെ സംബന്ധിച്ച് ലൈലയിലെ ഒരു സിസ്റ്ററായിട്ട് മാത്രമാണ് കമാൽ കണ്ടിട്ടുള്ളത്. ലൈലയ്ക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ്. ആ ഒരു ബ്രദർ എന്നുള്ള ഒരു ഇതിൽ മാത്രമാണ് ശരിക്കും കമാലിനെ ലൈലയും കണ്ടിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കുടുംബത്തിന് ആഗ്രഹം അവിടെ നടക്കാതെ പോകുന്നത്. കാരണം ആ ഒരു കുടുംബം, ഞാൻ പറഞ്ഞില്ല, ആ ഒരു കുടുംബം കസിൻസുമായിട്ട് മാത്രമാണ് കൂടുതലായിട്ടും മാരേജ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ആ രീതിയിലായിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സുഹൃത്തുക്കളാണ്. പക്ഷെ അതിനപ്പുറം ഒരു വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്നുള്ള രീതിയിലേക്ക് അവരാരും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ അവിടെ പറയുന്നത്. അപ്പം ആ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ അവരുടെ ഒരു സൗഹൃദം വളർന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ കെമാലും അതുപോലെ സലീമും യു കെയിൽ നിന്ന് നാട്ടിലേക്ക് വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹമീദ് ചാച്ചയും അതുപോലെ തന്നെ അവരുടെ ഭാര്യയായിട്ടുള്ള അഥവാ അവരുടെ ഉമ്മയായിട്ടുള്ള സൈറയും തന്നെ എന്താണ് ഒരു വലിയൊരു പാർട്ടി നടത്തുകയാണ്. അവർ വന്ന് അവധിക്ക് എത്തിയിട്ടുള്ള ആ സന്തോഷത്തിൽ വലിയൊരു പാർട്ടി നടത്തുക. കാരണം അവർ പൈസക്കാരാണല്ലോ, അവർ വെൽത്തി ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഏറ്റവും റെസ്പെക്റ്റുള്ള ആളുകളാണ് അവർ. അപ്പം അവർക്ക് എന്താണ് ലക്ഷറീസ് ആയിട്ടുള്ള ലൈഫൊക്കെ ആവാലോ. അപ്പം ആ രീതിയിൽ അവരൊരു പാർട്ടി നടത്തുകയാണ്. ആ ഒരു പാർട്ടിയിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ലൈലയുടെ സുഹൃത്തായിട്ടുള്ള നദീറ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു സുഹൃത്താണ് കേട്ടോ സീത എന്ന് പറയുന്നത്. ഈ സീത എന്ന് പറയുന്ന സുഹൃത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഇനി വരുന്ന ഭാഗത്തിലുണ്ട്. സീത എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് തന്നെയാണ്. അപ്പം ഈ നദീറയും അതുപോലെ തന്നെ സീതയും ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സീത എന്ന് പറയുന്നത് ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് കേട്ടോ. അതുപോലെ അവിടെ നിന്നെന്താണ് ഈ കെമാലും അതുപോലെ സീതയും തമ്മിൽ ഒരു ചെറിയൊരു ഇഷ്ടം വളരെയാണ്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് റിലീജിയൻസിൽ വിശ്വസിക്കുന്ന ആളുകളാണ് രണ്ടുപേരും. പക്ഷേ എന്നിരുന്നാലും അവർ തമ്മിൽ എന്താ ഒരു അടുപ്പം അതിലൂടെ ഉണ്ടാവുകയാണ്. ആ ഒരു സെയിം ആ ഒരു പാർട്ടിയിൽ നമ്മുടെ അമീറും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ കൂടുതലായിട്ട് പരസ്പരം അടുക്കാനുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പ്രണയത്തിൻ്റെ നാളുകളാണ് കേട്ടോ. എവിടെ നോക്കിയാലും ആ ഒരു സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അവരുടെ ലവ് എന്നാണ് കൂടുതൽ വളരുന്നത്. രണ്ടുപേരുടെയും പരസ്പരം മനസ്സിലാക്കി സമയം ചിലവഴിക്കാനൊക്കെ കൂടുതലായിട്ടുള്ള സമയം ആർക്ക് കിട്ടുന്നുണ്ട്? ലൈലക്കും അതുപോലെ തന്നെ അമീർ എന്ന് പറയുന്ന അവർക്ക് രണ്ടുപേർക്കും കിട്ടുന്നുണ്ട്. അപ്പം അമീർ പറയുന്ന ഒരു വ്യക്തി ശരിക്കും ഒരു സ്വതന്ത്രത്തിനും അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ടുള്ള മൂല്യങ്ങൾക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആണുങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു അമീർ എന്ന് പറയുന്നത്. അപ്പം ലൈലയ്ക്ക് എന്താവണം അല്ലെങ്കിൽ എങ്ങനെ ആവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അമീർ എന്ന് പറയുന്നത്. അപ്പം ഒരിക്കലും അമീറിൻ്റെ ഒരു ലൈഫിലേക്ക് ലൈലയെ കൊണ്ടുവരുന്നത് അമീറിൻ്റെ ഇഷ്ടത്തിനാവരുത്. ശരി, ലൈല എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ ജീവിക്കണം എന്ന് നിർബന്ധം എടുക്കുന്ന ഒരാളാണ് അമീർ എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് അവർ അത്രയും കൂടുതലായിട്ട് ലിങ്ക് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ അവർ സീതയുടെയും കമാലിനെയും ആ ഒരു ലവിനെ കുറിച്ചിട്ടും അവിടെ പറയുന്നു. ശരിക്കും ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു എതിർ മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരിക്കലും അങ്ങനെ മാരേജ് ചെയ്യാനുള്ളൊരു അവസരം അല്ലെങ്കിൽ അതൊന്നും ആ ഒരു സൊസൈറ്റിയിൽ ഒരിക്കലും അംഗീകരിക്കപ്പെട്ടിരുന്ന ഒരു സംഭവം ആയിരുന്നില്ല. അപ്പം അതൊക്കെ അവിടെ പറയുന്നുണ്ട്. ദെൻ പിന്നീട് ആൻറ്റി സൈറയെ കുറിച്ചിട്ട്, നമ്മുടെ ഹമീദ് ചാച്ചിയുടെ ഭാര്യയാണ് ആൻറ്റി സൈറ അഥവാ കമാലിൻ്റെയും സലീമിൻ്റെയൊക്കെ ഉമ്മയാണ് ആൻറ്റി സൈറ. അപ്പം അവരുടെ ഒരു മെൻറ്റാലിറ്റിയാണ് അതിൽ പറയുന്നത്. അപ്പം സൈറക്ക് അമീറിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ലൈലയും
സൈറയും അമീറും തമ്മിലൊരു ചെറിയൊരു കണക്ഷൻ ഉണ്ടെന്നുള്ളത് ധാരണ കിട്ടിയിരിക്കാം. അതുകൊണ്ട് തന്നെ അമീറായിട്ടുള്ളൊരു ബന്ധത്തിനോട് ആർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, സൈറയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവന് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പയ്യനാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഫാമിലിയിലേക്ക് ലൈലയെ കെട്ടിച്ചയക്കാനുള്ള ഒരു ഇഷ്ടം ആർക്കുണ്ടായിരുന്നില്ല, സൈറനെ മാത്രമല്ല ആ ഒരു കുടുംബത്തിന് തന്നെ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും ഈ അമീർ എന്ന് പറയുന്ന ഒരു വ്യക്തി അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഹിസ്റ്ററി ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു. പക്ഷേ അവിടെ സൈറെ സംബന്ധിച്ച് എന്താണ്, ആ ഒരു വിദ്യാഭ്യാസത്തിനല്ല കൂടുതലായിട്ട് മുൻഗണന കൊടുക്കുന്നത്, അവരുടെ കുടുംബ പശ്ചാത്തലത്തിനാണ് കൂടുതലായിട്ട് മുൻഗണന, അഥവാ ഒരു സാമൂഹ്യ പദവിക്കൊക്കെ കാര്യങ്ങൾക്കൊക്കെ അവിടെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം. അപ്പം അത് സൈറയുടെ മാത്രം കാര്യമല്ല, ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന, ആ ഒരു വീട്ടിലുണ്ടായിരുന്ന, ആ സൊസൈറ്റിയിലുണ്ടായിരുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ്. ദെൻ പിന്നീട് ആ ഒരു ആഷിയാന എന്ന് പറയുന്ന വീട്ടിലേക്ക് 3 കത്തുകൾ വരികയാണ്. 3 ഭയങ്കര സങ്കടകരമായിട്ടുള്ള വാർത്തകൾ തരുന്ന 3 കത്തുകൾ ആ ഒരു ആഷിയാന വീട്ടിലേക്ക് എത്തുകയാണ്. അതിൽ ഒന്നാമത്തെ കത്തിൽ അവരുടെ വേലക്കാരിയായിട്ടുള്ള സെലിമാനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നല്ലോ. അപ്പം ആ ഒരു ആദ്യത്തെ കത്തിൽ എന്താണ്, സെലിമൻ്റെ മരണ വാർത്തയെക്കുറിച്ചിട്ടാണ് ആദ്യത്തെ കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെലിമൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്താണ്, നമ്മുടെ ഈ ഗുലാം അലിയുടെ ആ ഒരു വഞ്ചനയും ചൂഷണവും ലൈംഗിക ചൂഷണത്തിനൊക്കെ ഇരയായിട്ടുണ്ട്. അങ്ങനെ അവർ ഗർഭിണിയായിരുന്നു. പക്ഷേ ആ ഒരു സമൂഹത്തിൽ നിന്ന് ഒരു പിന്തുണയും ആർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, സെലിമന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ദുരിതപൂർണ്ണമായിട്ട് പിന്നീട് അവസാനം അവർ മരണപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നന്ദി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇതിനെതിരെ വളരെയധികം പ്രതിഷേധിച്ചിരുന്നു. കാരണം ഒരു ഗുലാം അലിയാണ് ഇതിന് പിന്നിലുള്ള കാര്യം, അതിന് ഉത്തരവാദി, ഈ ഒരു മരണത്തിന് ഉത്തരവാദി ശരിക്കും ഗുലാം അലിയാണെന്നുള്ള കാര്യം അവർ വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു അനീതിക്കെതിരെ പ്രതികരിക്കുന്ന ഒരു കഥാപാത്രമാണ് ശരിക്കും നന്ദി എന്ന് പറയുന്നത്. പക്ഷേ സെലിമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അങ്ങനെ ആയിരുന്നില്ല. ആ ഒരു പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു സെലിമൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കാര്യമാണ് ഒന്നാമത്തെ കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ രണ്ടാമത്തെ കത്തിൽ അവരുടെ ആൻറ്റി ആയിട്ടുള്ള ആബിദ എന്ന് പറയുന്ന ആൻറ്റി ഉണ്ടായിരുന്നല്ലോ. അപ്പം അവർ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു രോഗാവസ്ഥയിലാണെന്നുള്ളതാണ് രണ്ടാമത്തെ കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ കത്തിൽ അവരുടെ രോഗത്തിനെ കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങളൊക്കെ ആയിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രോഗം എന്താണെന്നുള്ള കാര്യം ഇതിൽ കറക്റ്റായിട്ട് പറയുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ലൈലയ്ക്ക് എന്താണ്, ആൻറ്റിയെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ലൈലയ്ക്ക് എന്താണ്, ആൻറ്റിയെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നീട് എന്താണ്, ലൈലയും അതുപോലെ തന്നെ അമീറും അവരുടെ ലവ് എന്ന് പറയുന്നത് കൂടുതൽ ആഴത്തിലാവാണ്. അതുപോലെ വേറൊരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, അപ്പം നമ്മുടെ ഈ ഒരു കമാലിൻ്റെ സഹോദരനായിരുന്നല്ലോ സലീം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഈ സലീമിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവന് എന്തെങ്കിലും കല്യാണം കഴിക്കുമ്പോൾ അതൊരു ലവ് മാരേജ് ആയിരിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം സലീമിനുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ സലീമിന് നാദിറ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, നദീറ എന്ന് പറയുന്ന നമ്മുടെ ലൈലയുടെ ഫ്രണ്ടായിട്ടുള്ള നദീറയോട് ഒരു പ്രണയം തോന്നുകയാണ്. അപ്പം ആ ഒരു കാര്യങ്ങൾ അതിൽ പറയുന്നത്. പിന്നീട് ആ ഒരു കെമാലിൻ്റെയും അതുപോലെ തന്നെ സീത എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സിന് തമ്മിലുള്ള ആ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പം അവർക്കറിയാം അവരുടെ സ്നേഹം സത്യമാണ്, പക്ഷേ ഒരിക്കലും അവർ സൊസൈറ്റി അത് അംഗീകരിക്കുന്നില്ല ഉള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവരെന്താണ്, ഒരു വിടപറയലായിട്ട് ഒരു ചെറിയൊരു പാർട്ടി, ഒരു ഫെയർവെൽ പാർട്ടി പറയുമല്ലോ. അപ്പം ആ ഒരു ചെറിയൊരു പാർട്ടി നടക്കുകയാണ്. അപ്പം ആ ഒരു പാർട്ടീൻ്റെ പിറ്റേന്ന് ശരിക്കും അവർക്കറിയാം അവരുടെ വിവാഹം ഒരിക്കലും നടക്കില്ല എന്നുള്ളത്. പക്ഷെ എന്നാലും അവർ ആ നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്നേഹത്തെ മാനിച്ചുകൊണ്ട് സൊസൈറ്റിയെ വെറുപ്പിക്കാനാവില്ല എന്നുള്ള രീതിയിൽ അവർ അങ്ങനെ ആ ഒരു സ്നേഹബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ആ ഒരു ഫെയർവെൽ പാർട്ടീൻ്റെ പിറ്റേന്ന് നമ്മുടെ ലൈലയും അതുപോലെ തന്നെ അമീറും വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ അവർ കണ്ടുമുട്ടി അവർ ഒരു ഹോഴ്സ് റൈഡിങ്ങിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ഹോഴ്സ് റൈഡിങ് പോകുന്നതിൻ്റെ ഇടയിൽ തൻ്റെ ഒരു പ്രണയം ശരിക്കും അമീർ അപ്പം തുറന്ന് പറയാണ്, ഞാൻ നാളെ സ്ഥലത്തേക്ക് പോവുകയാണ്. സോ എനിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ, തന്നെ ജോലി സംബന്ധമായിട്ട് തനിക്ക് പോവേണ്ടതായിട്ടുണ്ട്. സോ തനിക്ക് വേണ്ടിയിട്ട് നീ കാത്തിരിക്കണം, അല്ലെങ്കിൽ കാത്തിരിക്കുമോ എന്നുള്ളത് ലൈലയോട് പറയുകയാണെന്നുള്ളത്. അപ്പം ലൈലയ്ക്ക് എന്താണ്, തനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണല്ലോ അമീർ എന്ന് പറയുമ്പം, അപ്പം ലൈലയും അതിന് സമ്മതിക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ലൈല വീണ്ടും തൻ്റെ കോളേജിലേക്ക് തന്നെ പോവുകയാണ്. പിന്നെ ഹമീദ് അദ്ദേഹം ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയമാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ തിരക്കിലാണ്, നമ്മുടെ ആ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഭയങ്കര തിരക്കിലാണ് ഹമീദ് എന്ന് പറയുന്നത്. ശരിക്കും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സർവീസ്, അതായത് ജനസേവനം മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ റൈറ്റ് അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള സ്വാധീനം നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നീട് നന്ദിയുടെ കാര്യം പറയുന്നുണ്ട്, അവരുടെ ധൈര്യം, അവരുടെ ബുദ്ധിയും ഒക്കെ പറയുന്നത്. ഇപ്പം ഓരോ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വേറെയുള്ള ആൾക്കാരെ കാര്യങ്ങൾ പറയുന്നത് ഈ ഒരു നോവൽ പോകുന്ന ദിശ അത് ആയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെയാണ്. ഇപ്പോൾ ചില സംഭവങ്ങളായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും പിന്നീട് പറയുന്നത്. അപ്പം ഈ ഒരു നോവൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും 1 by 1 ആയിട്ട് തന്നെ പറയുന്നത്. അപ്പം ഒരു കണക്ഷന് നിങ്ങൾക്ക് ചിലപ്പം കിട്ടുന്നത്, ഇപ്പം ഒരാൾ കഥ പറയുമ്പം അയാളുടെ കഥ മാത്രം പറയാതെ പല ആളുകളുടെയും കഥ ഒരുമിച്ച് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. ദെൻ പിന്നീട് നന്ദിയുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പം നന്ദി അതിനെതിരെ പ്രതികരിച്ച ഒരാളായിരുന്നു എന്ന് പറഞ്ഞല്ലോ, സെലിമാൻ്റെ മരണത്തിനെതിരെ. അപ്പം ഈ നന്ദി തൻ്റെ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ ഗുലാം അലിയെ എന്താണ്, ഒരു പ്രണയത്തിൻ്റെ ഒരു രീതിയിൽ ഒരു പ്രണയം നടിച്ച് തൻ്റെ വലയിലാക്കി. എന്നിട്ട് എന്താണ്, അദ്ദേഹത്തിനെ അപമാനിച്ച് ആ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. അപ്പം ആ ഒരു നന്ദിയുടെ ഒരു ധൈര്യം അതുപോലെ തന്നെ ആ ഒരു ബുദ്ധിശക്തിയൊക്കെയാണ് ആ ഒരു
ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ആ ഒരു കാര്യം ആണ് പിന്നീട് പറയുന്നത്. പിന്നീട് അങ്കിൾ ഹമീദ് അതുപോലെ തന്നെ സലീമിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. ഈ അങ്കിൾ ഹമീദ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഈ അങ്കിൾ ഹമീദും സലീമും രാഷ്ട്രീയത്തിൽ എതിർചേരികൾ നിൽക്കുന്ന ആളുകളാണ്. അപ്പം അങ്കിൾ ഹമീദ് എന്ന് പറയും ബ്രിട്ടീഷ് ഭരണത്തിന് അനുകൂലിക്കുന്ന ആളാണെങ്കിൽ സലീം എന്ന് പറയുന്നത് കൂടെ ഒരു മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തിനോടായിരുന്നു കൂടുതൽ സലീമിന് കൂടുതലായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അവർ രണ്ടുപേരും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയെ പിന്തുണക്കുന്ന ആളുകളാണ്. അപ്പം ഹമീദിനെ പറയുമ്പോൾ ജമീന്ദാർസിൻ്റെയും ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ സലീം എന്താണ് മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങൾക്കാണ് കൂടുതലായിട്ടും ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ സലീമിന് വേറെ കാര്യം കൊണ്ട് കേട്ടോ, ആ ഒരു ഇലക്ഷനിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിന്നിട്ടുണ്ടായിരുന്ന വേറെ ആളാണ് ബീഗം വഹീദ് എന്ന് പറയുന്നത്. അപ്പോൾ ബീഗം വഹീദ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നദീറയുടെ ഉമ്മയാണ് ബീഗം വഹീദ്. അപ്പം മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ബീഗം വഹീദ് ആയിരുന്നു. അപ്പം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നത് ആരാണ്? ഈ സലീമാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു നിഗൂഢ ലക്ഷ്യം കൂടെ ഇല്ലാതില്ല. കാരണം നദീറയെ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ആർക്കുണ്ട്? സലീമിനുണ്ട്. സോ തൻ്റെ രാഷ്ട്രീയ ഒരു ഇഷ്ടം വെച്ചിട്ടും നദീറെ കല്യാണം കഴിക്കാനുള്ള ഒരു മോഹം വെച്ചിട്ട് എന്താണ് അവന് ആരെയാണ് പിന്താങ്ങുന്നത്? ബീഗം വഹീദിനെയാണ് പിന്താങ്ങുന്നത് എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന ലൈലയും അതുപോലെ തന്നെ അമീറിൻ്റെയും അവർ ലവിനെ കുറിച്ചിട്ടാണ്. അവർക്ക് എപ്പോഴൊക്കെ അവർക്ക് സ്നേഹിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നെങ്കിൽ അവരതിനൊക്കെ അവരത്രയും അങ്ങോട്ട് കാണാനും വാക്കാനൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നീട് എന്താണ്, ആ ഒരു ആൻറ്റി ആബിദക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങോട്ടേക്ക് പോകാൻ ആരും ആഗ്രഹിക്കുന്നുണ്ട്, ലൈല ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർ അടുത്ത ആഴ്ചയിൽ അമീർ ലക്നൗവിലേക്ക് വരും എന്നുള്ളൊരു വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് ലൈല ശരിക്കും തൻ്റെ അമ്മായിയുടെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് അവർ അപ്പം കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ആഴ്ചയിൽ അമീർ വരികയും അവർ തമ്മിൽ ഒരുപാട് സമയം ചിലവഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അസദ് വീണ്ടും വീട്ടിലെത്തുന്നുണ്ട്. അസദ് എന്ന് പറയുന്നത് ഡൽഹിയിലേക്ക് പഠിക്കാൻ വിട്ടതായിരുന്നല്ലോ. അപ്പം അസദ് വീണ്ടും അവരുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അപ്പം ഈ ബീഗം വഹീദിൻ്റെ തന്നെ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് ആരെത്തുന്നത്? അസദ് എത്തുന്നത്. അപ്പം ഒരു വീട്ടിൽ തന്നെ പല രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള വ്യക്തികളെയാണ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പം അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ ലൈല അസദിനോട് അമീറിൻ്റെ കാര്യം പറയും. കാരണം അസദിൻ്റെ സുഹൃത്താണ് അമീർ എന്ന് പറയുമ്പം ലൈല എന്താണ് അമീറിൻ്റെ കാര്യം അസദിനോട് പറയുന്നുണ്ട്. ദെൻ കാരണം അവർ നല്ല സുഹൃത്തുക്കളാണ്. അപ്പം എല്ലാം കൊണ്ടും ലൈലയെ അമീറുമായിട്ട് ബന്ധിപ്പിക്കാൻ അസദ് സഹായിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അത് അസദിനോട് ആ ഒരു കാര്യം പറയുന്നത്. പിന്നീട് ആബിദ അമ്മായിയെ കാണാൻ വേണ്ടിയിട്ട് ആര് പോവാണ്? ലൈല പോവാണ്. അമീർ പോയതിന് ശേഷം വീണ്ടും ലൈല എന്താണ് ആൻറ്റിയെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷേ ആ ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു ജോയിൻറ്റ് ഫാമിലിയുള്ള വീട്ടിലേക്കാണ് അവർ എത്തുന്നത്. അപ്പം അവിടെ എത്തുമ്പോൾ തന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊന്നും ആർക്കും അത്ര ബോധിച്ചില്ല, ലൈലക്ക് അത്ര ബോധിച്ചില്ല. കാരണം മറ്റുള്ളവർ അവരുടെ ആൻറ്റിക്ക് എന്താണ് അത്രത്തോളം മുൻഗണനയൊന്നും കൊടുത്തിരുന്നില്ല, അല്ലെങ്കിൽ അത്രത്തോളം മുൻഗണനയൊന്നും സ്നേഹം കൊടുത്തിരുന്നത് അവഗണനയാണ് ശരിക്കും അവർക്ക് അവിടെ കാണാൻ പറ്റിയിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എങ്കിലും നമ്മുടെ ആൻറ്റി ആയിട്ടുള്ള ആബിദ നമ്മുടെ ലൈലയോട് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അപ്പം സ്വന്തം ആഗ്രഹത്തേക്കാൾ കൂടുതൽ ആർക്കാണ് മുൻഗണന കൊടുക്കുന്നത്? മുതിർന്നവരുടെ ഇഷ്ടത്തിനും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ തീരുമാനത്തിനുമാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ആര് പറയാണ് അവിടെ? ആൻറ്റി നമ്മുടെ ലൈലയോട് പറയാണ്. അഥവാ അവളുടെ ഒരു സ്വഭാവം എടുത്തുചാട്ടമൊക്കെ അവർക്ക് അറിയാവുന്നതാണ്. കാരണം അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തിന് എതിരായിട്ട് അവൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി കാരണമായിരിക്കും ആ ഒരു ഉപദേശം ആൻറ്റി കൊടുത്തിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ്. പിന്നീട് വീണ്ടും നന്ദിയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പം ഗുലാം അലിയെ അപമാനിച്ച് വിട്ടതായിരുന്നല്ലോ. അപ്പം ഗുലാം അലി അതിനെതിരെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദിയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. തൻ്റെ മൂക്ക് ഞാൻ മുറിച്ച് മാറ്റും എന്നുള്ള രീതിയിൽ നന്ദിയോട് പറയുന്നുണ്ട്. അപ്പം മൂക്ക് മുറിക്കുക എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഒരു മൂക്ക് മുറി എന്ന് പറയുന്നത് ഒരു ശാരീരികമായിട്ടുള്ള ആക്രമണം മാത്രമല്ല, ശരിക്കും ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ സൗന്ദര്യത്തിൻ്റെയും അതുപോലെ തന്നെ അവരുടെ മാനത്തിൻ്റെയും ഒരു സാമൂഹികമായിട്ടുള്ള സ്ഥാനം നശിപ്പിക്കൽ കൂടി, അത് അതിന് തുല്യമാണ് ശരിക്കും ആ ഒരു മൂക്ക് മുറിക്കുക എന്ന് പറയുന്നത്. പക്ഷേ മൂക്ക് മുറിക്കാനൊന്നും ഗുലാം അലിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിലും പക്ഷേ മുഖത്ത് നല്ല രീതിയിൽ ആഴത്തിലുള്ള മുറിവ് ഗുലാം അലി ആർക്കുണ്ടാക്കുന്നുണ്ട്? നന്ദിക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളത്. അപ്പം ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. പിന്നീട് എന്താണ്, അങ്കിൾ ഹമീദ് ആ ഒരു ഇലക്ഷനിൽ മത്സരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. കെമാൽ എന്താണ് തൻ്റെ ഉപ്പാനെ പിന്തുണക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വോട്ടിൽ ഒരുപാട് സ്ത്രീകൾ, പ്രഭുക്കന്മാരായിട്ടുള്ള കുടുംബത്തിലെ സ്ത്രീകൾ പർദ്ദ ധരിച്ചിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ റൈറ്റർ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ദെൻ പിന്നീട് ആ ഒരു ഇലക്ഷനിൽ അങ്കിൾ വിജയിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നല്ല രീതിയിൽ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു രാജ്യത്തിന് ഉടനീളം കോൺഗ്രസ് പാർട്ടി കൂടുതലായിട്ട് ഭൂരിപക്ഷം നേടുന്നുണ്ട്. ഇപ്പം അങ്കിൾ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ആളല്ല, പക്ഷേ അവരെന്താണ് ബ്രിട്ടീഷുകാരെ അനുകൂലിക്കുന്ന ആളുകളാണല്ലോ. സോ പക്ഷേ കോൺഗ്രസ് പാർട്ടി കൂടുതലായിട്ടുള്ള ഭൂരിപക്ഷം നേടുന്നുണ്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഇവർക്ക് പേടിയാവുന്നുണ്ട്. കാരണം എന്താണ്, ഈ ലാൻഡ് റിഫോംസ് ഒന്നും കോൺഗ്രസ് ഭരണത്തിലേറി കഴിഞ്ഞാൽ നടക്കില്ല. കാരണം അപ്പം ജനാധിപത്യ ഭരണമാവുമല്ലോ. അപ്പം ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കില്ല എന്നുള്ള ഒരു ബേജാറും പേടിയൊക്കെ ആർക്കുണ്ട്? നമ്മുടെ ഈ അങ്കിൾ ഹമീദ് പറയുന്ന ഈ ഒരു ജമീന്ദാർമാർ പോലുള്ള വലിയ വലിയ ഫാമിലീസിനൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ദെൻ പിന്നീട് നമ്മുടെ ഈ അമീറും അതുപോലെ നമ്മുടെ അമീറിനെ കെമാൽ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അവർ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കാം അങ്ങനെ. പക്ഷേ അവിടെ വീട്ടിൽ നിന്ന് വീണ്ടും ലൈലയും അതുപോലെ തന്നെ അമീറും തമ്മിൽ വീണ്ടും കാണുകയാണ്. അപ്പോൾ അവരുടെ സ്നേഹം പങ്കിടുന്നതിനിടയിൽ ആരിത് കാണുന്നുണ്ട്? ആൻറ്റി ആയിട്ടുള്ള സൈറ, കെമാലിൻ്റെ ഉമ്മ ആയിട്ടുള്ള സൈറ എന്താണ് ഇവരുടെ പ്രണയത്തിലാവുന്ന ആ ഒരു കാണാനും ഈ ഒരു പ്രണയം ആ ഒരു കുടുംബത്തിൽ മുഴുവൻ അറിയാനും കൂടുതൽ ഫാമിലിയിൽ നിന്ന് കൂടുതൽ എതിർപ്പ് വരാനും ഇത് കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മൂന്നാമത്തെ പാട്ടിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പം ഇതാണ് മൂന്നാമത്തെ ഭാഗം. അപ്പം ആ ഒരു അവരുടെ ഒരു ലവ് എന്ന് പറയുന്ന സംഭവം ആ ഒരു
എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അപ്പം ആ ഒരു സമയമാണ് നമ്മുടെ 3ാമത്തെ പാർട്ട് അവസാനിക്കുന്നത്. ദെൻ 4ാമത്തെ പാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഭാഗം തുടങ്ങുന്നത് ലൈല 14 വർഷത്തിന് ശേഷം ആഷിയാന എന്ന് പറയുന്ന ഒരു വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്, മടങ്ങി വരികയാണ്. അപ്പം ആ ഒരു ഭാഗം പറഞ്ഞിട്ടാണ് ഈ ഒരു 4ാമത്തെ ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് തൻ്റെ ലൈഫിൽ കഴിഞ്ഞു പോയിട്ടുള്ള സംഭവങ്ങൾ ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സോ ആ ലൈല ആ ഒരു ആഷിയാനയിലേക്ക് വരികയാണ് 14 വർഷത്തിന് ശേഷം. അത് 1952 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ എന്തുണ്ടായി, ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ടുള്ള പാർട്ടീഷൻ അവിടെ നടന്നില്ല. അപ്പം അതോടുകൂടെ എന്താണ് ആ ഒരു ഫാമിലി, അതുപോലെ തന്നെ അവിടുത്തെ ആളുകളൊക്കെ, അഭയാർത്ഥികൾ ഇവിടുന്ന് അങ്ങോട്ടും അഭയാർത്ഥികൾ അവിടുന്ന് ഇങ്ങോട്ടും ഒക്കെ വരാൻ തുടങ്ങി. അപ്പം അഥവാ ഏകദേശം ഒരു 14 വർഷം മുമ്പാണ് തൻ്റെ ലൈഫ് ഇവിടെ വിട്ടിട്ട് തൻ്റെ അമീറിനെ കല്യാണം കഴിച്ചിട്ട് ആഷിയാനെ വിട്ടു പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈല ഓർത്തെടുക്കണം. ഇപ്പം അവരുടെ കല്യാണം കഴിഞ്ഞ് വല്ലാതെ ആയിട്ടില്ല. അതിനു മുമ്പ് ഷെഹില എന്ന് പറയുന്ന ഒരു മകളുണ്ടായി. ഇപ്പം ഏകദേശം ഈ അങ്കിൾ ഹമീദ് എന്ന് പറയുന്ന തൻ്റെ ചാച്ചൻ മരിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം 5 വർഷമായി തൻ്റെ അങ്കിൾ ഹമീദ് മരിച്ചിട്ട്. ദെൻ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് അവർ ആ വീട്ടിലേക്ക് ഇങ്ങനെ ലൈല ആ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പം ആശാനയിലൂടെ നടക്കുമെന്നാണ് ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് കാണാൻ പറ്റുകയാണ്. അപ്പം ഇങ്ങനെ അവിടെ ആ ഒരു കുടുംബത്തിലുണ്ടായിരുന്ന പല ആളുകളെ കുറിച്ചിട്ടും ലൈല ആലോചിക്കുകയാണ്. ഇപ്പം സലീം ഉണ്ടായിരുന്നു. സലീം പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർക്കുകയാണ് ചെയ്തത്. അപ്പം ഇതോടെ തന്നെ ഒരു കുടുംബത്തിൽ ആരാ പിന്നുള്ളത്? കമാൽ മാത്രമാണുള്ളത് അല്ലേ. അപ്പം ആ ഒരു കുടുംബത്തിൻ്റെ പ്രാരാബ്ദം, റെസ്പോൺസിബിലിറ്റി മുഴുവൻ ആർക്കായി? കമാലിനായി. അപ്പം ഈ ഒരു അതുകൊണ്ട് തന്നെ ഈ ആഷിയാന എന്ന് പറയുന്ന ഒരു വീട് വിൽക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുകയാണ്. അപ്പം നമ്മുടെ ആൻറ്റി സൈറ താമസിക്കുന്നത് ഹസൻപൂരിലാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പം ഈ ഒരു വിഭജനം ഈ ഒരു പാർട്ടീഷൻ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിനെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചു, അല്ലെങ്കിൽ അതിനെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്നുള്ള കാര്യമാണ് ശരിക്കും നമ്മുടെ റൈറ്റർ ഇതിലൂടെയൊക്കെ പറയുന്നത് കേട്ടോ. ദെൻ ലൈല എന്താണ് തൻ്റെ ഫ്ലാഷ് ബാക്കിലൂടെ എന്താണ് ആ പഴയ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ തൻ്റെ ലവിൽ ആ ഒരു കുടുംബത്തിൽ ഭയങ്കരമായിട്ടും എതിർപ്പ് വരികയാണ്. പക്ഷേ അവസാനം അവർ വീട് വിട്ടുകാണ്ട് പോവേണ്ടി വന്നു നമ്മുടെ ലൈലക്ക്. അങ്ങനെ വല്ലാതെ വൈകാതെ ഷെഹല എന്ന് പറയുന്ന മോളുണ്ടായി. ദെൻ മോളുണ്ടായതിനു ശേഷം അങ്ങനെ അവർ വീട് വിട്ട് പോന്നിട്ടുള്ളതാണെങ്കിലും മോളുണ്ടായതിനു ശേഷം ഹമീദ് ചാച്ച ലൈലായിട്ട് കൂടുതൽ ഒന്നും കൂടെ കണക്ട് ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ പറഞ്ഞാലും തൻ്റെ കൊച്ചുമോളാണല്ലോ. ദെൻ പിന്നീട് അമീർ ഒരു സാമ്പത്തിക പ്രശ്നം ഒക്കെ കാരണം അമീർ എന്താണ് ആർമിയിൽ ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 1939, 1945 ഒക്കെ വരെയുള്ള ഒരു കാലഘട്ടമാണ് സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നത്. അപ്പം ആ ഒരു സമയത്ത് എന്താണ് യുദ്ധത്തിൻ്റെ തടവുകാരനായിട്ട് നമ്മുടെ അമീറിനെ പിടിക്കുകയും പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വെടിയേറ്റ് അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെടുകയുമാണ് ചെയ്തിട്ട്. അപ്പം അവരുടെ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കാലം മാത്രമാണ് ശരിക്കും ജീവിച്ചുള്ളൂ. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അദ്ദേഹം ആർമിയിലേക്ക് ചേക്കേറുകയാണുണ്ടായത്. പിന്നീട് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ആ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. പിന്നെ അപ്പം ഇതൊക്കെ അവർ ആലോചിക്കുകയാണ് കേട്ടോ. തൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ആഷിയാന എന്ന് പറയുന്ന ഒരു വീട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പം നമ്മുടെ ലൈല എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഓരോ മുറികളിലൂടെ നടക്കുമ്പോൾ പഴയ ഓർമ്മകളിലെ ഒരുമിച്ച് ജീവിച്ചിരുന്നവൾ എന്താണ് ഇപ്പോൾ 2 രാജ്യങ്ങളിലായിട്ട് എവിടെയോ ചിലർ മരിച്ചു, ചിലർ വേറെ ഒരു രാജ്യത്ത് താമസിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മുടെ ലൈല ഒരു വീട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ലൈല ആ വീട്ടിലുള്ള ഭക്ഷണ സൂക്ഷിപ്പ് മുറി ഉണ്ടല്ലോ, പാൻട്രിയിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പം അവിടെ ഉണ്ടായിരുന്ന പാചകക്കാരെയും സേവകരെയും ഒക്കെ ആലോചിക്കണം. അതിനിടയിൽ നന്ദിയെ കുറിച്ചിട്ടും ആലോചിക്കുന്നുണ്ട്. അപ്പം നന്ദി ഇപ്പോൾ ഉള്ളത് ലൈലയുടെ കൂടെ തന്നെയാണ് കേട്ടോ. അപ്പം ലൈലയുടെ മകളെ ഷഹലയെ നോക്കുന്നത് ആരാണ്? നന്ദിയാണ്. അപ്പം നന്ദിക്കും ഒരു മകനുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഒരു പത്താൻ യുവാവായിട്ടുള്ള ഒരു ബന്ധത്തിലുണ്ടായിട്ടുള്ള ഒരു മകന് നന്ദിക്കുണ്ട് എന്നുള്ള കാര്യം, ഒരു ലവ് മാരേജ് ആയിരുന്നു. അപ്പം അങ്ങനെ അവർക്കൊരു മകനുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പം നന്ദി ഉള്ളത് ഇപ്പം ലൈലയുടെ കൂടെയാണ് കേട്ടോ നന്ദി താമസിക്കുന്നത്. ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പം ഇതൊക്കെ ലൈല ഓർക്കുന്ന കാര്യമായിട്ടാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ ആഷിയാനയിലെ ഗാർഡനിലൂടെ അങ്ങനെ നടക്കുമ്പോൾ പല കാര്യങ്ങളെ കുറിച്ചിട്ട് മാറി ചിന്തിക്കുകയാണ് നമ്മുടെ ലൈല ചിന്തിക്കുകയാണ്. അപ്പോൾ സീതയെ കുറിച്ചിട്ട് ചിന്തിക്കുന്നു, സീതയുടെയും കമാലിൻ്റെയും ആ ഒരു പ്രണയബന്ധത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നു. ഇപ്പം കമാൽ വിവാഹിതനാണ്, പക്ഷേ അവർ എപ്പോഴും ആ ഒരു പ്രണയത്തിനെ കുറിച്ചിട്ട് അവർ ചിന്തിക്കാറുണ്ട്. ഇപ്പോഴും അവരുടെ പ്രണയം എപ്പോഴും അവരുടെ മനസ്സിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ 2 വർഷത്തിന് ശേഷം സലീം വീണ്ടും ആ ഒരു പാർട്ടീഷന് ശേഷം 2 വർഷത്തിന് ശേഷം സലീം വീണ്ടും ഇന്ത്യയിലേക്ക് മടങ്ങി വന്നിരുന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ എന്താണ് കുടുംബങ്ങളെല്ലാവരും ഹസൻപൂരിലേക്ക് പോയിരുന്നു. പക്ഷേ എന്താണ് അപ്പോഴും ആ പഴയ സ്നേഹമോ പഴയ അടുപ്പങ്ങളോ ഒന്നും അവിടെ ഇല്ലാതാവുന്നു. ആ ഒരു കാര്യമാണ് പറയുന്നത്. കാരണം ആ ഒരു പാർട്ടീഷൻ എന്ന് പറയുന്ന ഒരു കുടുംബത്തെ എത്രത്തോളം ഒരു ബാഡായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അതിലൂടെ റൈറ്റർ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മുടെ ലൈല ഒരു ക്ലബ്ബിൽ പോകുന്നുണ്ട്. ഒരു ക്ലബ്ബിലാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള മതസ്ഥർ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ ഒരു പാർട്ടീഷൻ എന്ന് പറയുന്നത് മതസ്ഥർ തമ്മിൽ എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും അത് ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ സൈനബ്, റൊമാന, ജോൺ ഇവരുടെയൊക്കെ ലൈഫിലെ മാറ്റങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ സുഹൃത്തുക്കളായിരുന്നല്ലോ. അപ്പം അവരുടെ ലൈഫിലെ മാറ്റങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഞാൻ പിന്നീട് പറയുന്നതാണ് അവരുടെ ആൻറ്റി ആയിട്ടുള്ള ആബിദ മരണപ്പെട്ടു പോയിട്ട് അവരുടെ മരണത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ശരിക്കും ഈ ലൈലയുടെ വിവാഹത്തിന് ശേഷം ഒരിക്കലും ആ ഒരു ആബിദയെ കാണാൻ വേണ്ടിയിട്ട് ആര് പോയിട്ടുണ്ടായിരുന്നില്ല, ലൈല പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആബിദ എന്താണ് അമീർ മരിച്ചു എന്നുള്ള മരണ വാർത്ത ആബിദ അറിയുമ്പം ആബിദ ലൈലക്ക്
കത്ത് ഒരു അഥവാ ഒരു ആശ്വാസവാക്കായിട്ട് കുറച്ച് കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു ലൈലക്ക്. പക്ഷേ അപ്പോഴും ലൈല അതിനൊന്നും മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എന്തോ അവരുടെ മരണശേഷ വാർത്ത കേട്ടപ്പോൾ എന്താണ് കൂടുതൽ അതൊന്നും കൂടെ ഒരു ദുഃഖത്തിന് കാരണം താൻ അന്ന് റിപ്ലൈ പോലും കൊടുത്തില്ലല്ലോ എന്ന് ആലോചിച്ച് വളരെയധികം ലൈലക്ക് അതൊരു ഭയങ്കര ഒരു വിഷമായിട്ട് പിന്നെ അത് മാറി എന്നുള്ളതാണ്. പിന്നെ അപ്പം പിന്നീട് നമ്മുടെ ലൈലയെ കുറിച്ചിട്ട് തന്നെ ഭയങ്കര കുറഞ്ഞ രീതിയിലുള്ള ഒരു ദാമ്പത്യം മാത്രമാണ് ആർക്കുണ്ടായിരുന്നത്. ലൈലക്ക് വളരെ ഷോർട്ടായിട്ടുള്ള ഇത് മാത്രമാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നീട് എന്താണ് അമീർ സൈന്യത്തിൽ ചേർന്നു, പിന്നെ അവിടുന്ന് കൊല്ലപ്പെടുന്നു. പിന്നീട് വേറൊരു ക്യാരക്ടർ സാഹിദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ അസദിൻ്റെ കൂടെ സാഹിദ് എന്ന് പറയുന്ന. അപ്പം ഈ സാഹിദ് എന്ന് പറയുന്ന അദ്ദേഹം മരിച്ച കാര്യം പറയുന്നുണ്ട്. അസദ് ഇപ്പം എന്താണ് കോൺഗ്രസ്സിലുള്ള ഒരു യൂത്തിൻ്റെ നേതാവായിട്ട്, കോൺഗ്രസ് പാർട്ടിയിലുള്ള ഒരു യൂത്തിൻ്റെ നേതാവായിട്ടാണ് ഇപ്പം അസദ് ഉള്ളത്. പിന്നീട് എന്താണ് ആ രാഷ്യാനയിൽ നമ്മുടെ ലൈല നിൽക്കുമ്പം ആ ഒരു അസദ് അങ്ങോട്ടേക്ക് എത്തുകയാണ്. അങ്ങോട്ടേക്ക് എത്തിയിട്ട് എന്താണ് അവർ ഒരുമിച്ച് പോവല്ലേ എന്നുള്ള രീതിയിൽ അവർ അവിടെ നിന്ന് ഒരുമിച്ച് പോവുകയാണ്. അപ്പം അവർ പോക്ക് എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ഒരു ലൈഫിൻ്റെ ഒരു പുതിയ ബിഗിന്നിങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അവർ സൂചന തന്നിട്ടാണ് നമുക്ക് നമ്മുടെ റൈറ്റർ ഈ ഒരു നോവൽ അവസാനിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇതാണ് ഈ ഒരു നോവലിൻ്റെ മുഴുവനായിട്ടുള്ളൊരു ഭാഗം. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പിന്നെ നമുക്കൊരു കഥ കേൾക്കുന്ന പോലെ അങ്ങനെ ഇരിക്കുക എന്ന് പറയുമ്പം ഇതിൽ പല ഭാഗങ്ങളും ഇപ്പം ഒരാളുടെ കഥ പറയുമ്പം അയാളുടെ കഥ മാത്രമല്ല പറയുന്നത്, അതിൻ്റെ ഇടയിൽ പല കഥകളും പറയുന്നുണ്ട്. അപ്പം ഓരോരുത്തരുടെ കഥ പറയുന്നതിൻ്റെ ഇടയിൽ മറ്റുള്ളവരുടെ കഥ പറയുന്നുണ്ട്, അവരുടെ കഥ പറയുന്നതിലേക്ക് മറ്റുള്ളവരുടെ കഥ പറയുമ്പം അതുകൊണ്ടാണ് ഒന്നും കൂടെ ഇതൊരു കൺഫ്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. സോ ഓരോരുത്തരുടെ കഥകൾ മാത്രം മനസ്സിലാക്കി വെക്കുക. അപ്പം ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലായിട്ട് ചോദിക്കാം കേട്ടോ.